അതുപോലെ തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ ഒന്ന് വിളിക്കാം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ഞായറാഴ്ചയും നമ്മൾ ചെയ്യുന്നതാണ് ഇറ്റ്സ് മീ ദ റിയൽ മീ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഹീലിംഗ് ജേർണി ഷെയർ ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ് ഹീലിംഗ് ജേർണി. അപ്പോൾ ആ ഹീലിംഗ് ജേർണി ഷെയർ ചെയ്യുന്നതിൽ നമ്മുടെ സ്റ്റുഡന്റ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇന്ന് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. കാരണം അവരൊരു സ്കൂൾ പ്രിൻസിപ്പളാണ്. അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഘട്ടത്തിൽ ഷി വാസ് സ്ട്രഗ്ലിംഗ് വിത്ത് ലോട്ട് ഓഫ് തിങ്സ്. ഒരുപാട് ഇഷ്യൂസ്, പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ട്, സ്ട്രെസ് ഒക്കെ, അങ്ങനെ കുറേ ചാലഞ്ചസിലൂടെ കടന്നുപോയിരുന്നു. ആൻഡ് നൗ ഷീ ടേൺ അറൗണ്ട് കംപ്ലീറ്റ്ലി. ആൻഡ് ആ ഒരു സ്റ്റോറി തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കേണ്ടതാണ്. അതൊരു വല്ലാത്ത കഥയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ് സ്റ്റോറി. ആൻഡ് ഈ ഒരു സെഗ്മെന്റ് നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യും. കാരണം ഈ ഒരു പേഴ്സൺ ആ ലെവലിൽ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഷീ ഈസ് ഫണി, ഷീ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്, ഷീ ഈസ് എ ഗുഡ് പ്രസന്റർ. ലെറ്റ്സ് കോൾ സുബൈദ മാം. ആർ യു ദേർ? താങ്ക് യു സോ മച്ച് മാം. പ്ലീസ് ജോയിൻ അസ്. യെസ്, താങ്ക് യു മാം. മാമിന്റെ ക്യാമറ ഒന്ന് കുറച്ച് താഴേക്ക്. വെരി ഗുഡ്, വെരി ഗുഡ്. ഒന്നും കൂടെ ഒന്ന് താഴത്തേക്ക് താത്തിയാൽ വളരെ ബെറ്റർ ആയി. ഫാന്റാസ്റ്റിക്, വെരി ഗുഡ്, താങ്ക് യു. സോ നമ്മുടെ അഡ്മിൻ എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കണേ. പ്ലീസ് മേക്ക് മീ ഹോസ്റ്റ് സോ ദാറ്റ് എനിക്ക് എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കണം. ഓക്കെ. ഇവിടെ കുറെ ആൾക്കാർ വിഷ് ചെയ്യുന്നുണ്ട്. ഹായ് സുബേദ മാം, ഓൾ ദ ബെസ്റ്റ്, ഷീ ലവ്സ് യു. ഓക്കെ, പ്ലീസ് മേക്ക് മീ ഹോസ്റ്റ് spotlight. Okay, very good, thank you. And ma'am, I'm making your spotlight. Very good, fantastic. So let's begin. നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ്സ് മീ റിയൽ മീയിലെ ഇന്നത്തെ ഈ ഒരു സൺഡേയിലെ ഏറ്റവും സ്പെഷ്യൽ ഗസ്റ്റിനോട് കൂടിയുള്ള എൻജോയ്മെന്റ് ആയിട്ടുള്ള, നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക. കാരണം ഇന്നത്തെ ഈ സെഷനിൽ നിങ്ങൾക്ക് ഒരുപാട് ലേൺ ചെയ്യാനുണ്ടാവും. കാരണം നമ്മുടെ ട്രെയിനേഴ്സിൽ നിന്നോ മെന്റേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ എന്നിൽ നിന്നോ ഒക്കെ ലേൺ ചെയ്യുന്നതിനപ്പുറത്താണ് ഓരോരുത്തരും അവരുടെ ലൈഫിൽ എങ്ങനെയാണ് ഓരോ മെത്തേഡ്സും അപ്ലൈ ചെയ്തിട്ടുള്ളത്, എന്തായിരുന്നു അവരുടെ ലൈഫ്, എങ്ങനെയാണ് അവർ ഓവർകം ചെയ്ത സ്റ്റോറി എന്ന് പറയുന്നത്. ജസ്റ്റ് അത് നിങ്ങൾക്കൊരു ഹോപ്പ് നൽകും. അതേപോലെ തന്നെ പല രീതിയിലുള്ള സാധ്യത. എനിക്ക് ചെറുതായിട്ട് ജലദോഷമുണ്ട്, കോൾഡ് ഉണ്ട്. ലൈക്ക് എന്താണെന്നറിയില്ല, ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്തോ സംഭവിച്ചതാണ്. ഐ ഡോണ്ട് നോ, ബട്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ സെഷൻ. നിങ്ങളെല്ലാവരും സഹകരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു എൻ്റെ വോയിസിലുള്ള ചേഞ്ച് സംഗതികളൊക്കെ. സുബൈദ മാം, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നതിൽ വളരെയധികം സന്തോഷം. മാം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. മാം ആരാണ്, എന്താണ്, എന്ത് ചെയ്യുന്നു, എങ്ങനെയായിരുന്നു മാമിന്റെ ഒരു ലൈഫ് കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യുന്നതിന് മുൻപുള്ള? ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ സ്റ്റോറി. വൈ ഡിഡ് യു ജോയിൻ ദ കോഴ്സ്? ഈ കോഴ്സിലേക്ക് എന്തുകൊണ്ട് വന്നു? മാം ഇപ്പൊ എന്ത് ചെയ്യുന്നു, എന്തുകൊണ്ട് കോഴ്സിലേക്ക് വന്നു, ഒന്ന് ഷെയർ ചെയ്യാം. താങ്ക് യു. എന്റെ പേര് സുബൈദ, എല്ലാവർക്കും അറിയാം. ഒന്ന് സൗണ്ട് കുറച്ച് കൂടുതൽ കിട്ടാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് കിട്ടുന്നുണ്ടോ? ഇല്ലല്ല, സൗണ്ട് കൂട്ടണോ? ഒന്ന് കൂട്ടിയാൽ, മാം ഒന്ന് കുറച്ച് കൂട്ടിയാൽ നന്നോ. ഓട്ടോമാറ്റിക് കൂടിക്കോളും. കൂടിക്കോളൂ. ഓക്കെ, വെരി ഗുഡ്, ദാറ്റ്സ് എനഫ്. യാ, എന്റെ സിസ്റ്റത്തിന്റെ കുഴപ്പമായിരുന്നു, പറഞ്ഞോളൂ. എന്റെ പേര് സുബൈദ. ഞാന് ഒരു വിദ്യാലയത്തിലെ പ്രധാനാധ്യാപികയാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. എന്റെ സ്റ്റോറി എന്ന് പറയുന്നത്, ഞാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എന്നിലേക്ക് എത്തിപ്പെടുന്നത്. എന്തെന്ന് വെച്ചാൽ, ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെയധികം പ്രയാസം. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ നേരിടണം എന്നറിയാതെ അതിന്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന സമയത്താണ് ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ ഒരു മെസ്സേജ് കാണപ്പെടുന്നതും ആ ലിങ്കിൽ പോയി ജോയിൻ ചെയ്യുന്നതും അതിലൂടെ കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് വളരെയധികം ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു വാക്കായിരുന്നു ആ സമയത്ത് കിട്ടിയത്. കാരണം 10-23 വർഷമായിട്ട് ഹെൽത്ത് ആൻഡ് മെന്റൽ, ഹെൽത്തിലും വെൽത്തിലും അതുപോലെ എല്ലാ മേഖലയിലും തടസ്സം നിന്നുകൊണ്ട് ജീവിതത്തെ ഇനി മടുത്തു എന്ന് തന്നെ പറയാം. എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല എന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിൽക്കുമ്പോഴാണ് എൻ്റെ മുന്നിലേക്കൊരു എന്താ പറയാ, ഒരു ദൈവദൂതനായിക്കൊണ്ട് ശരത് സാർ എത്തിച്ചേർന്നു. അങ്ങനെ ശരത് സാറുമായിട്ട് കുറച്ച് കാര്യങ്ങള് വാട്സപ്പിലൂടെ ചാറ്റിങ്ങിൽ
ഒരു രാത്രി ഒരു 11:30 മണിയായിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ സാറ് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യൂ, നിങ്ങൾക്കെല്ലാം മറികടക്കാൻ സാധിക്കും, ദൈവം നിങ്ങളെ കൂടെയുണ്ട് എന്ന് പറഞ്ഞപ്പോ ആദ്യം ഇത് കുറെ കേട്ടതാണ്. ഒരുപാട് ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ട് 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 എവിടെ എത്തിപ്പെടുന്നില്ല. ഇങ്ങനെ പോവാണ്. എന്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു തലയില്ലാത്ത തെങ്ങുമ്മ കേറിയ മാതിരി ഇങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നേരം വെളുക്കുന്നു, എഴുന്നേൽക്കുന്നു, സ്കൂൾ പോകുന്നു, അടുക്കളയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, സ്കൂളിൽ പോകുന്നു, അവിടെ പോകുന്നു, അവിടെ തിരിച്ചിങ്ങോട്ട് വരുന്നു. എന്താ പറയാ, ഒരു റിലാക്സേഷൻ ഇല്ലാത്തൊരു ലൈഫ് 10-23 വർഷം ഞാൻ തള്ളിയിട്ടു. അവിടുന്ന് എങ്ങോട്ട് ഒരു വെളിച്ചം കിട്ടിയത് എനിക്ക് ഡിസംബർ 23 തുടങ്ങുന്നതാണ്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നതിന് സർവശക്തനെ സ്തുതിക്കുന്നു, അൽഹംദുലില്ലാ. അതോടൊപ്പം എന്നെ ഈ വഴിയിലേക്ക് എത്തിച്ച ശരത് സാറിനെയും, അതോടൊപ്പം എല്ലാറ്റിലും ഉപരി എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ തന്നെ ഞാൻ പറയും, ഷാഫി സാറേയും ഞാൻ എന്താ പറയാ, ഹൃദയത്തെ തൊട്ടുകൊണ്ട് നമിക്കുകയാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇത് മെഡിറ്റേഷനിലൂടെ ഇങ്ങനെ കടന്നുപോയി. എനിക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിട്ടു തരും. ഞാൻ ആ മെഡിറ്റേഷനിൽ കയറും, അടുക്കളയിൽ ജോലി ചെയ്യും, കുറെ എന്തൊക്കെയോ എഴുതിയെടുക്കും. എന്നിട്ട് അതിങ്ങനെ ഇരുന്ന് ബസ്സിലിരുന്ന് ഞാൻ ആലോചിക്കും, ഇതൊക്കെ എന്നിൽ മാറ്റം വരണോ, ഇതൊക്കെ എനിക്ക് കഴിയോ, ഇതൊന്നും എന്നെ കൊണ്ട് കഴിയോ, ഇങ്ങനെ ആലോചിക്കും. ഇടക്കിടക്ക് സരസാവ് ചോദിക്കും, ജോയിൻ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോഴും ഞാൻ ആലോചിക്കും, എന്നെ കൊണ്ട് പറ്റുമോ. അങ്ങനെയാണ് ഒരു ഞായറാഴ്ച നമ്മുടെ ഇതുപോലെയുള്ള ഒരു പ്രോഗ്രാം കേൾക്കാൻ സാധിച്ചത്. അതാരായിരുന്നു? ഷെഫിൻ സാറായിരുന്നു. സാറുടെ ആ ഒരു സംസാരം കേട്ടപ്പോ എവിടേക്കോ ഒന്ന് എനിക്ക് സ്പാർക്ക് ചെയ്തു പോയി. അവിടുന്ന് പിറ്റേന്ന് തന്നെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ പണം അടച്ചും കൊണ്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ഈ ക്ലാസ് ഇങ്ങനെ തുടങ്ങിയപ്പോ ഒരു പിടുത്തമില്ലാതെ 2-3 ദിവസം ഇങ്ങനെ പോയി. ഒരു പിടുത്തമില്ല. എന്താ പറയാ, എന്തൊക്കെയോ കേൾക്കണം, കുറെ ഉറക്കം വരുന്നു, കുറെ എഴുതിയെടുക്കുന്നു, എന്താ എഴുതുന്നത്, എന്താ പറയുന്നത്, ഒന്നും അങ്ങനെ പോയി കുറെ ദിവസം. പിന്നെ പറയുന്നതൊക്കെ എന്നെ പറ്റി തന്നെയാണോ എന്ന് ഇങ്ങനെ ഒരു ചോദ്യം. എല്ലാം എന്നെ പറ്റിയാ. അതിനാ ഒരു ഹീലിംഗ് സെഷനിൽ ആരംഭിച്ചതോട് കൂടിയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് മാറ്റം സംഭവിച്ചു തുടങ്ങി. കാരണം ആദ്യത്തെ ഹീലിംഗ് തന്നെ 23 വർഷമായിട്ട് ലൈഫ് എന്തെന്ന് അറിയാതെ വേറിട്ട് ജീവിക്കുന്ന ഒരു ജീവിതത്തിന് വിരാമം വിട്ടുകൊണ്ട് ഈ നിമിഷം വരെ, കാരണം 23 വർഷം ഞാൻ അനുഭവിക്കാത്ത ഒരു എന്താ പറയുക, മനസ്സമാധാനം ഈ ഡിസംബർ 23 ശേഷം ഇങ്ങോട്ട് ഞാൻ അനുഭവിച്ചു എന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കിട്ടിയ ഒരു പുതിയ അറിവാണ്. നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, അറിവുകൾ സമ്പാദിക്കുന്നുണ്ട്. അറിയില്ലാഞ്ഞിട്ടൊന്നല്ലല്ലോ ഇപ്പൊ എനിക്കൊന്നും. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും കുത്തുബ് കേൾക്കുന്ന വ്യക്തിയാണ്. മദ്രസിൽ കുറെ കാലം 10 കൊല്ലം മദ്രസ പഠിച്ച വ്യക്തി, അറിയില്ലാഞ്ഞിട്ടൊന്നല്ല. പക്ഷെ തിരിച്ചറിവ് വരാൻ വൈകിപ്പോയി. ആ തിരിച്ചറിവ് കിട്ടിയത് ഈ പ്ലാറ്റ്ഫോമിലൂടെയാണ്. നാം മാറേണ്ടതുണ്ട് എന്നും നമ്മുടെ ചിന്തയാണ് നമ്മളെ ഈ തെറ്റായ രീതിയിലേക്ക് നമ്മളെ മാറ്റിമറിച്ചതും എന്ന വല്ലാത്തൊരു അറിവ്, അത് ഇവിടെ നിന്നാണ് എനിക്ക് കിട്ടാൻ സാധിച്ചത്. അതിനാണ് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റിയ ഒരു നിമിഷം, ഞാൻ തെരഞ്ഞു നടക്കുകയായിരുന്നു. ഒരു സ്ഥലത്ത് പോയാലും എനിക്ക് സന്തോഷമല്ല. ഞാൻ ഈ വർക്ക് ചെയ്യുന്നിടത്ത് പോയാലും ഞാനൊരവസ്ഥ, വീട്ടിൽ വന്നാലൊരവസ്ഥ, എന്താ പറയുക, ആകെപ്പാട് സ്ട്രഗിൾ ചെയ്ത് ജീവിതം മടുത്ത് വണ്ടി കയറാൻ ഉദ്ദേശിച്ച വ്യക്തിയാണ്. ഒരുപാട് നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയി നിന്നിട്ട് എങ്ങോട്ടൊന്ന് ആലോചിക്കും. കുറെ
എല്ലാ ബസ് സ്റ്റാൻഡിലും പോയി നിന്നിട്ട് എങ്ങോട്ടാ ഇനി യാത്ര തീരുമാനിക്കും. സ്കൂളിലേക്കാണ് പോകുന്നത്, പക്ഷെ സ്കൂളിലേക്ക് എത്തണം. പിന്നെ വിചാരിക്കും സ്കൂളിൽ എത്തിയില്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും വിളിച്ചാലോ, അപ്പൊ അവിടുന്ന് സ്കൂൾ ബസ്സിലാണ് കയറും. ഇങ്ങനെ തന്നെയായിരുന്നു ഒരുപാട് ദിവസങ്ങൾ. അതുപോലെ തന്നെ അസുഖത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 21 വർഷക്കാലം, അതായത് കോഴിക്കോട് മുതൽ എറണാകുളം വരെ, പണ്ട് ജിബിൻ സാറ് പറഞ്ഞതുപോലെ ഒരു കെട്ട് ബാണ്ടുണ്ട്. ടെസ്റ്റുകളുടേതും എന്ന് വെച്ചാൽ എല്ലാവരുടെ ചെന്ന് എന്താ പറയാ, അസുഖമൊന്നുമില്ല, നിങ്ങൾക്കൊരു അസുഖവും ഇല്ല, നിങ്ങൾ വേഗം കുറച്ച് മെഡിസിൻ എഴുത്തുന്നിട്ട് പറയും പ്രശ്നമൊന്നുമില്ല, ടെൻഷനാണ്, ജോലി ആജി വെച്ചോ, വീട്ടിലിരുന്നോ. പക്ഷെ അത് പ്രായോഗികമല്ലല്ലോ. ഇതിനെല്ലാം കാരണം ഉണ്ടായിരുന്നത് എൻ്റെ മനസ്സിന്റെ പ്രയാസമായിരുന്നു. അതെല്ലാം അങ്ങോട്ട് എടുത്തു വെച്ച് മാറ്റിയപ്പോ ഐ ആം ഹാപ്പി. ഇനി എന്ത് സംഭവിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. കാരണം എൻ്റെ ഹസ്ബൻഡ്, അവരുടെ മുഖത്ത് നോക്കിയാൽ സംസാരിക്കാറുണ്ടായിരുന്നു. അവരും ഞാനും തമ്മിൽ, ഞങ്ങൾ മലപ്പുറത്തേര് പറഞ്ഞ മാതിരി കീരിയും പാമ്പും കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്കൂളിൽ ചെന്നാലും അവിടെ ഒരു ഭൂതത്തെ പോലെയായിരുന്നു. അവനാണ് ഇഷ്ടപ്പെട്ടൊരു സീറ്റ്, ആ കുശിയിൽ ഇരുന്ന് ഇങ്ങനെ എന്താ പറയാ, എല്ലാരും ഭൂതം നോക്കണമായിരുന്നു. ഇപ്പൊ വളരെ റിലാക്സ് ആയി. അതിനിപ്പോ ചിരിയെ ബാക്കിയുള്ളൂ, ചിരി, വെറും ചിരി. എല്ലാവരും ഫ്രണ്ട്ഷിപ്പായി, ടീച്ചേഴ്സ് വന്ന് ഹഗ് ചെയ്യൽ തുടങ്ങി. ഒരുപാട് പറയാനുണ്ട്, എവിടുന്ന് തുടങ്ങാനൊന്നും അറിയുന്നില്ല. ഇങ്ങനെയാണ് എൻ്റെ ലൈഫ് കടന്നു പോകുന്നത്. ഞാൻ വേണമെങ്കിൽ സാറ് എനിക്ക് ഓരോരോ ഭാഗം ഇട്ട് തരികയാണെങ്കിൽ അവിടെ വെട്ടിട്ട് തുടങ്ങും. ഓക്കെ മാം, താങ്ക് യു സോ മച്ച് ഗിവിംഗ് അസ് എ ബ്രോഡ് ഇൻട്രൊഡക്ഷൻ. അതായത് ഒരു സ്കൂൾ അധ്യാപികയായിട്ട് വർക്ക് ചെയ്തിട്ടും കഴിഞ്ഞ 23 വർഷമായിട്ട് അനുഭവിച്ചിരുന്ന സ്ട്രെസ് മൂലം അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ള ശാരീരികമായ അസ്വസ്ഥതകൾ മുതൽ മാനസികമായിട്ടുള്ള വിഷയങ്ങൾ, റിലേഷൻഷിപ്പിലുള്ള ചാലഞ്ചസ് എല്ലാം ജസ്റ്റ് ഒറ്റ വാക്കിൽ ഷെയർ ചെയ്തു. അതിൽ നിന്ന് തിരിച്ചു വന്നു നമ്മുടെ പ്രോഗ്രാമിലൂടെ. ശരിക്കും ഏത് പോയിന്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ സെഷൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തല്ലോ, കോഴ്സിൽ ശരത് സാറ് പറഞ്ഞിട്ടാണ് കോഴ്സിലേക്ക് വന്നു. കോഴ്സിലേക്ക് വന്നതിന് ശേഷം, ജോയിൻ ചെയ്തതിന് ശേഷം ഏത് പോയിന്റ് ആണ് ശരിക്കും മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്തത്? എവിടെയാണ് ഞാനാണ് മാറേണ്ടത്, എന്നിലാണ് മാറ്റം വരേണ്ടത്? അത്രയും കാലം ഞാനല്ല ബാക്കിയുള്ളവരായിരുന്നു, അല്ലെങ്കിൽ പലതിനോടും അല്ലെ, അങ്ങനെ അങ്ങനെ ഞാനാണ് മാറേണ്ടത് എന്നുള്ള ഒരു തോന്നലുണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുൻപ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം, പലപ്പോഴും ലൈഫിൽ നമ്മൾ വല്ലാണ്ട് സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ എത്തിച്ചേരുന്ന ഒരു അവസ്ഥയുണ്ട്. പലരും എന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, സാറേ എനിക്കിപ്പോൾ എവിടേക്കെങ്കിലും ഒന്ന് പോയാൽ മതി, ഒരറ്റമില്ലാത്ത, അല്ലെങ്കിൽ ലോകത്തിന്റെ ഏറ്റവും ഒരു അവസാനം ഉണ്ടെങ്കിൽ അറ്റം ഉണ്ടെങ്കിൽ അവിടേക്ക് യാത്ര ചെയ്യണം. എന്നിട്ട് അങ്ങോട്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഈ ലോകത്ത് നിന്ന് ഒളിച്ചോടണം, ഈ സംഗതികളും ടെൻഷനിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഒക്കെ എനിക്ക് വിട്ടിട്ട് പോകണം, എനിക്കിതൊക്കെ വന്നിട്ട് മടുത്തു എന്ന് പറയുന്ന ഒരു പോയിന്റ്. മാം പറഞ്ഞു എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുമ്പോൾ ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് ഏത് ബസ്സിൽ കയറിയിട്ട് എങ്ങോട്ട് പോകണം എന്നറിയാവുന്ന അവസാനം ഓക്കെ സ്കൂളിൽ നിന്ന് വിളി വന്നാലോ എന്ന് വിചാരിച്ച് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും, വേറെ വഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോകുന്ന ഒരുപാട് പേരുണ്ട്. എവറി ഡേ ദേ ഗെറ്റ് അപ്പ് ആൻഡ് ദേ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ, വേർ ഷുഡ് വി ഗോ, അല്ലെങ്കിൽ എന്താ ഞാൻ ചെയ്യേണ്ടത്, എൻ്റെ ഈ ദുരിതം എന്നാ മാറുക, എൻ്റെ ഈ വിഷമങ്ങൾ എന്നാ മാറുക, ഒരു വഴിയില്ലാതെ വഴിമുട്ടി നിൽക്കുക. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷനാണ് അത്. അങ്ങനെയുള്ളവരുടെ റെപ്രസെൻറ്റേഷൻ ആയിരുന്നു മാം ഒരു സമയത്ത്. എന്നാൽ അവർക്ക് ഹോപ്പ് നൽകുന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, ഏത് പോയിന്റ് ആണ് സെഷനിൽ വന്നതിന് ശേഷം, ഏത് പോയിന്റ് ആണ് മാമിന് ശരിക്കും ഞാൻ ആണ് മാറേണ്ടത്, എൻ്റെ ടെൻഷനാണ് ഇതിന് കാരണം, എൻ്റെ സ്ട്രെസ്സാണ് ഇതിന് കാരണം എന്ന് തിരിച്ചറിവുണ്ടാക്കിയ സെഷൻ ഏതാണ്, ഏത് പോയിന്റ് ആണ് നിങ്ങൾ ചേഞ്ച് ചെയ്തത്? അത് ആദ്യം ഒരു 2-3 ക്ലാസ് കഴിഞ്ഞ് തുടങ്ങി തന്നെ നമ്മുടെ ഫോർഗീവ് എന്ന് പറയുന്ന ഒരു സെഷൻ വന്നു. ആ ഫോർഗീവ് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോ അതിൽ നമ്മളുടെ ചിന്തയിൽ വരുന്ന മാറ്റമാണ്, നമ്മൾ ചിന്തിക്കുന്നതാണ് ഇതിനെല്ലാം തെറ്റായ കാരണമെന്നും നമ്മൾ ഇവിടെ പോസിറ്റീവായി ചിന്തിച്ച് അവർക്കെല്ലാം പുറത്തു കൊടുത്താൽ നമ്മളുടെ ലോകം മൊത്തം നമ്മൾക്ക് കൂടെ വരും എന്നുള്ള ഒരു തിരിച്ചറിവാണ് ആ ആദ്യത്തെ ന്യൂ ഇയറിന് 1-ാം തീയതി ജനുവരി 1-ന് ഫോർഗീവ് ചെയ്തു കൊടുക്കുന്ന സെഷനിലൂടെ എൻ്റെ മകൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്ന ആ ഒരു സിറ്റുവേഷനാണ് എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ
എന്താ പറയാ, ഇതിനെ വിശ്വാസത്തിലെടുക്കാൻ സാധിച്ച ഒരു രംഗം. കാരണം ഞാൻ മകൾക്ക് പുറത്തു കൊടുക്കും. കാരണം അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ മകളെ ലൈഫ് കടന്നു പോകുന്നത്. കാരണം ഞാൻ ഇവിടെ ഇത്തരത്തിലായതുകൊണ്ടാണ് എന്റെ ബാക്കി എല്ലാവരും എന്നോട് എതിർക്കുന്നത് എന്നത് അതിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൂടെ ഞാൻ അവൾക്കത് പുറത്തു കൊടുത്തപ്പോൾ അവൾ എന്റെ വാതിലിൽ കാത്തു നിൽക്കുകയാണ്. എന്താണ് നിങ്ങളെ പ്രശ്നം ചോദിക്കാൻ. ഞാൻ അവളോടൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല. അപ്പൊ ഇത് എന്തോ ഒരു മായാജാലം ഇതിനകത്തുണ്ട്. അപ്പൊ ഇതിൽ വിശ്വസിക്കുക, കംപ്ലീറ്റ് പുറത്തു കൊടുക്കാൻ വിചാരിച്ച് അങ്ങ് ഇരുന്ന് എല്ലാവർക്കും അത് പുറത്തു കൊടുക്കാൻ തുടങ്ങി. അത് തന്നെ പ്രശ്നം, വേറൊന്നും ഇതിൽ സംഭവിച്ചിട്ടില്ല. കാരണം ഞാൻ തിരിച്ചറിവ് വന്നത് ഇത്രയും കാലം എന്നെ ആർക്കും വേണ്ട. സാർ ഇപ്പോഴും പറയുന്ന കുറെ ഡയലോഗ് ഉണ്ടല്ലോ, അന്നിപ്പോ ഇവിടെ പറയുന്നില്ല. ഞാൻ സ്ഥിരം പറഞ്ഞു, നേരെ ഇങ്ങോട്ട് വെളുക്കാൻ ഞാൻ പറയുന്ന ഡയലോഗ് ഇതാണ്, ഒറ്റയ്ക്ക് ഇരുന്ന് നേർക്കും വേണ്ട, ഞാൻ അങ്ങോട്ട് പണിയെടുക്കാനുള്ള ആളാണ്, എല്ലാവർക്കും വേണ്ട. ഇത് ഒരു 10 തവണ നേരം വിളിക്കുമ്പോൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഈ വാക്കുകൾ ഞാൻ അവസാനിപ്പിച്ചു. ഞാനല്ല കാരണക്കാർ, എന്റെ മൈൻഡാണ് ഇന്നെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞതോടുകൂടി, എന്റെ മൈൻഡിനാണ് സെറ്റ് ചെയ്തതോടുകൂടി ഇൻഷാ അള്ളാ ഒരു പ്രശ്നവും ഇല്ലാതായിപ്പോയി. വളരെ ചെറിയ കാര്യം ഉള്ളായിരുന്നു. പക്ഷെ 23 വർഷം എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വിലപ്പെട്ട സമയം ഈ ചിന്ത എന്നെ നശിപ്പിച്ചു. ചിന്ത തന്നെയാണ് അവിടെ നിന്നാണ് എന്റെ പ്രശ്നം ഉരുത്തിരിഞ്ഞത് എന്നത് എനിക്കൊരു വെളിച്ചം അവിടെ നിന്നാണ് കിട്ടിത്തന്നത്. ഓൾറൈറ്റ്. അതായത് മാം പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഫൊർഗീവ്നെസ് ആണ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത്. ഫൊർഗീവ്നെസ് അപ്പൊ പലരും ഇവിടെ ചിന്തിക്കുന്നുണ്ടാവും, ഓക്കെ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ഒരു സെഷനിൽ നിന്ന് നോട്ട് ചെയ്തെടുക്കുക. മാം ഇപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആരോടാണ് ദേഷ്യമുള്ളത്? നിങ്ങൾ ആരോടാണ് എല്ലാ ദിവസവും ദേഷ്യം പിടിക്കുന്നത്? അത് എല്ലാ ദിവസവും വേണമെന്നില്ല. ഇപ്പൊ മാമിൻ്റെ അതെന്ന് വെച്ചാൽ മാം ലൈഫിനോടും അവസ്ഥയോടും എല്ലാവരോടും എല്ലാത്തിനോടും ദേഷ്യമായിരുന്നു. കാരണം നമ്മളൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നമുക്ക് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യുക, വി ഗെറ്റ് ആംഗ്രി. ഓക്കെ, ആദ്യം സാഡ് ആവും, സങ്കടം വരും, വിഷമം വരും, പിന്നീട് അതെന്തായി, അത് ബിൽഡപ്പായി ദേഷ്യമായിട്ട് മാറും. അങ്ങനെ ദേഷ്യമായിട്ട് മാറുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ ഇതിനു മുൻപ് നിങ്ങൾ ആരോടാണ് എന്തിനോടാണ് ദേഷ്യം കാണിക്കുന്നത്? നിങ്ങൾ ആരോടാണ് എന്തിനോടാണ് മാപ്പ് വിട്ടുകൊടുക്കേണ്ടത്, ക്ഷമിക്കേണ്ടത്, ഫൊർഗീവ് ചെയ്യേണ്ടത്? ആരോടൊക്കെയാണ് ഫൊർഗീവ് ചെയ്യേണ്ടത്, ആരോടൊക്കെയാണ് ഫൊർഗീവ്നെസ് ചോദിക്കേണ്ടത്? എഴുതി വെക്കുക. കാരണം മാമിന്റെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കിയത് ഫൊർഗീവ്നെസ് ആണ്. മാം ഒരുപാട് കാലമായിട്ട് മകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വരെ ഭയങ്കര സ്ട്രഗിളിംഗ് ആയിട്ടുള്ള സ്റ്റേജിലൂടെ കടന്നു പോയിട്ട് പിന്നീട് ആ ഒരു ഫൊർഗീവ്നെസ് കൊടുത്തപ്പോൾ ഓടി വന്നിട്ട് മാമിനെ കെട്ടിപ്പിടിച്ച ഒരു വലിയൊരു ഷിഫ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇനി എല്ലാവർക്കും വിട്ടുകൊടുക്കാം. അപ്പൊ അങ്ങനെ എല്ലാവർക്കും വിട്ടുകൊടുത്തു. പിന്നെ വിട്ടുകൊടുത്തതിന് ശേഷം മാം ശാരീരികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ടായിരുന്നു? ഐ മീൻ, കാരണം നമ്മൾ പലപ്പോഴും തെറാപ്പി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമുക്ക് തെറാപ്പി ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഫൊർഗീവ്നെസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാകും? ഒന്നുകിൽ തലചുറ്റലുണ്ടാകും, ക്ഷീണമുണ്ടാകും. കാരണം തെറാപ്പിയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്. തലചുറ്റലുണ്ടാകും, അല്ലെങ്കിൽ ലൂസ് മോഷൻ ഉണ്ടാകും, അല്ല അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ടാവാറുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് പുറത്തേക്ക് കളയുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ സംഗതികൾ വരുന്നത്. സോ അത്തരത്തിലുള്ള എന്തെങ്കിലും ചാലഞ്ചസോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഹീലിംഗിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു? കാരണം 23 വർഷമായിട്ട് ഉള്ളിൽ കൊണ്ട് നടന്നിട്ടുള്ള ദേഷ്യം, വിഷമം, സങ്കടം എല്ലാമാണ് കഴുകി കളഞ്ഞത്. സോ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഓരോ ഹീലിങ്ങിലും എനിക്ക് ഓരോ പ്രയാസങ്ങളായിരുന്നു. ആദ്യത്തെ 3 ദിവസം എനിക്ക് എന്റെ IBS, ഞാൻ പറഞ്ഞു ഞാൻ IBS രോഗിയാണെന്ന് 23 വർഷമായിട്ട് കോഴിക്കോട് മിംസിലെ ഡോക്ടർ വിധി എഴുതി തന്നതാണ്. ആ ടെസ്റ്റിന് ശേഷം ഡോക്ടർ പറഞ്ഞു മരുന്ന് എന്ന് പറയാനില്ല എന്ന് പറഞ്ഞ് എഴുതി തന്നത്. 23 വർഷം മുമ്പ് അതിന്റെ വില എന്ന് പറയുന്നത് 38 രൂപയായിരുന്നു ഒരു ഗുളിക. 23 വർഷം മുമ്പ് 33 രൂപയായിരുന്നു എന്റെ വില. അങ്ങനെ വിലയുള്ള ഗുളിക എന്നെ ഒരു 10-12 കൊല്ലം കുടിപ്പിച്ചു ആ ഡോക്ടർ. എനിക്കൊരു അസുഖം മാറുന്നില്ല. ആ IBS എന്ന അസുഖം പേറിയാണ് ഈ ദുനിയാവ് മുഴുവൻ ഞാൻ തെരഞ്ഞു നടന്നതെങ്കിൽ ഇതുകൊണ്ട് മാറുമെന്ന്. കുറെ ആളുകൾ പറഞ്ഞു എനിക്ക് തൈറോയിഡ് ആണ്. ഞാൻ അതിന്റെ A to Z ടെസ്റ്റുകൾ നടത്തി. എനിക്ക് തൈറോയിഡ്
എനിക്ക് ഒരാൾ പറഞ്ഞു എന്തോ നിങ്ങൾക്ക് ഹാർട്ടിന് പ്രശ്നമാണ്, അങ്ങനെ പറഞ്ഞ് എന്തോ ഒരു വലിയൊരു ടെസ്റ്റ് പറഞ്ഞു. ഇപ്പൊ ടെസ്റ്റിന്റെ പേരൊന്നും എനിക്കറിയില്ല, അത് മിംസിൽ പോയിട്ട് എടുക്കല. മിംസിലെ ബേബിയിൽ എവിടെ പോയിട്ട് എടുക്കും. അവര് ചോദിച്ചു നിങ്ങൾ ആരെങ്ങോട്ട് പറഞ്ഞയച്ചത്, എന്തിനാണ് നിങ്ങൾ ഈ വന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഒന്നും മാറാതായപ്പോ, ഈ കോഴിക്കോടും മലപ്പുറം കിടന്ന് തിരിഞ്ഞിട്ട് മാറാതായപ്പോ ഞാൻ എറണാകുളത്തേക്ക് വണ്ടിയായി അമൃതയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോ അവര് ചീത്ത പറഞ്ഞു, നിങ്ങൾക്ക് ഒരു അസുഖമില്ല, നിങ്ങൾ മലപ്പുറത്ത് നല്ല ഡോക്ടർമാരുണ്ടല്ലോ, അവിടെ കാണിച്ചാൽ മതി, ഇങ്ങോട്ട് വരണ്ട. അപ്പൊ ആരും എനിക്ക് മരുന്ന് തരുന്നില്ല. അങ്ങനത്തെ ഒരു അസുഖമായിരുന്നു ABS. കാരണം എന്റെ വീട്ടിന്റെ ഒരറ്റത്ത് ഒരു ഒച്ച കേട്ടാൽ മതി, ഞാൻ നേരെ എല്ലാവരും ആ ഒച്ച ഇട്ടോടത്തേക്കല്ലേ പോവാ, ഞാൻ ഒച്ച ഇട്ടോടത്ത് പോവില്ല, ഞാൻ പോകുന്ന വേറെ സ്ഥലത്തേക്കാണ്. അതായിരുന്നു എന്റെ ഒരു അസുഖം. ഈ ഹീലിംഗ് സെഷനിൽ ഏറെ സമയത്ത് അതുപോലെ തന്നെയായിരുന്നു. ഭയങ്കരമായിട്ട് ലൂസ് മോഷൻ. എന്നും 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 എന്റെ മെന്റർക്ക് ഒരു എന്താ പറയുക, സ്വസ്ഥത ഉണ്ടാവില്ല. എന്നും ഞാൻ മെസ്സേജ് കൊടുക്കലായിരുന്നു ഓരോ കാര്യം. മെന്റർ മാത്രല്ല, ഞാൻ അജറ മാമിനെ വിളിക്കും, മെസ്സേജ് അയക്കും, എല്ലാവർക്കും ശല്യമായിരുന്നു. അതുപോലെ എനിക്ക് തലകറക്കം വരും, വൊമിറ്റിങ് വരാൻ തോന്നുന്ന മാതിരി തോന്നും, ഭയങ്കരമായിട്ട് ക്ഷീണം വരും. ഹീലിംഗ് കഴിഞ്ഞ പിറ്റേ ദിവസം എഴുന്നേൽക്കാൻ തോന്നില്ല. പക്ഷെ എഴുന്നേൽക്കാതിരിക്കാൻ പറ്റില്ല, വീട്ടിൽ വേറെ ആളില്ലാത്തതുകൊണ്ട്. അത്രയും ഭയങ്കരമായിട്ട് എന്റെ ശരീരത്തിൽ ഈ സാധനം കിടന്ന് എന്താ പറയാ, വലിയ പാറക്കല്ലുകളായിരുന്നു. അതുപോലെ സുനാമി വന്ന് പൊട്ടിക്കുന്നത് പോലെയായിരുന്നു ഈ ഹീലിംഗ് സെഷനിൽ ഓരോന്നും എടുത്ത് പൊട്ടിക്കുന്നത്. അത്രയും വലിയ പ്രശ്നത്തിലായിരുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ ലെവലിൽ എത്തിയിട്ടുള്ളത്. ഞാൻ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു ദിവസം പോലും എന്റെ വർക്ക് ഞാൻ പിന്നോട്ട് വിടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ ഹീലിംഗ് സെഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരം പലതരത്തിലായിരിക്കും പലർക്കും റിയാക്ട് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് എന്റെ അസുഖങ്ങൾ തന്നെയായിരുന്നു കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്യും, എനിക്കറിയുന്ന തരത്തിലുള്ള തെറാപ്പികൾ ചെയ്തിട്ട് അവിടെ ഇരിക്കും. അല്ലാതെ വല്ല മെഡിസിനൊന്നും ഞാൻ പോകില്ല. കുറെ വെള്ളം കുടിക്കും, ഹീലിംഗ് തെറാപ്പി. മറ്റത് അതായിരുന്നില്ല. ഇങ്ങനത്തെ സന്ദർഭത്തിൽ ഒരുപാട് ഗുളികകൾ കുടിച്ച് അതവിടെ സ്റ്റോപ്പ് ആക്കിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് സ്കൂൾക്ക് പോവുള്ളൂ. അപ്പോൾ ഈ ഒരു ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം റിയാക്ട് ചെയ്യുന്നത് ഓരോരുത്തരുടെയും ബോഡിക്ക് അനുസരിച്ച് വ്യത്യസ്തങ്ങളായിരിക്കും. എനിക്ക് തലകറക്കം ഉണ്ടായിരുന്നു, വോമിറ്റിംഗ് ഉണ്ടായിരുന്നു, പിന്നെ ലൂസ് മോഷൻ ഉണ്ടായിരുന്നു. ശരീരം മൊത്തം ഒരു കിളി പോയ മാതിരിയാകും 2 ദിവസം. എടുത്തത് എന്താണെന്നറിയില്ല, പറഞ്ഞത് എന്താണെന്നറിയില്ല, ഇങ്ങനെ ഒരു മായാജാലം പോലെ ഇങ്ങനെ നടക്കും. ഒരു 3-ാം ദിവസം നമ്മൾ എന്ത് ചെയ്യും, റിക്കവർ ആയി വരും. അതായിരുന്നു ഹീലിംഗ് സെഷനിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കുണ്ടായിരുന്ന എന്റെ ബോഡിയുടെ റിയാക്ഷൻ. ഓൾറൈറ്റ്, താങ്ക് യു മാം. അഗെയിൻ അടുത്തൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, മാം ഈ ഒരു ഹീലിംഗിലൂടെ ഓരോ കടന്നു പോയിട്ട് ഓരോ ഇതും ഇപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടി ഞാനൊന്ന് ഷെയർ ചെയ്യാം. അതായത് 3-ന്റെ അന്നായിരുന്നു ഉയർത്തെഴുന്നേൽക്കും, 3-ന്റെ അന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു നസ്രീൻ കമന്റ് ചെയ്യുന്നുണ്ട്. അതായത് ഹീലിംഗ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസം 3 ദിവസം നമ്മൾ കിടപ്പിലാവും, അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം വരും, ബുദ്ധിമുട്ട് വരും. 3-ന്റെ അന്ന് ഉയർത്തെഴുന്നേൽക്കും. ഓക്കെ, എനിവേ, നസ്രീൻ ആൾസോ എ വെരി ഫണി പേഴ്സൺ. താങ്ക് യു സോ മച്ച് നസ്രീൻ, മേക്കിംഗ് അസ് ലോഫ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും പറയാനുള്ളത് എന്ന് വെച്ചാൽ, മാം ഇവിടെ ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഹീലിംഗിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഹീലിംഗിൽ നമ്മൾ വന്നിട്ട് നമ്മൾ ഹീലിംഗിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ട്. അതായത് നമ്മുടെ ഉള്ളിലുള്ള ടോക്സിൻസ് പുറത്തേക്ക് റിലീസ് ചെയ്യാന്ന് പറയും. നമ്മൾ ഇത്രയും കാലം കൊണ്ടു നടക്കുന്ന നെഗറ്റീവായ ചിന്തകളും വിഷമങ്ങളും അസ്വസ്ഥതകളും സ്ട്രെസ്സും എല്ലാം എല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മളുടെ ഉള്ളിൽ കൊണ്ട് നടന്നിട്ടുള്ള ഈ ഒരു നെഗറ്റീവ് എനർജി, അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വിഷാംശങ്ങൾ. അപ്പൊ മാമിന് ഓൾറെഡി IBS എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇറിറ്റബിൾ ബൗൾ സിസ്റ്റം എന്നാണ്, സിൻഡ്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല, നമ്മുടെ മെന്റലി നമ്മൾ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ മെന്റലി മൈൻഡ് കൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് വല്ലാണ്ട് സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി
നമ്മുടെ ശരീരത്തിന് ഒരു ഇവിടെ ഗട്ട് ബ്രെയിൻ എന്ന് പറയും. ഇവിടെ വയറിന് നമുക്കൊരു ബ്രെയിൻ ഉണ്ടെന്നാണ് പറയും. ഇത് ഡയറക്റ്റ് കണക്റ്റഡ് ആണ്. ഇവിടെ എന്ത് ചിന്തിക്കുന്നു അതനുസരിച്ച്, ഇവിടെ എന്ത് ഫീൽ ചെയ്യുന്നോ അല്ലെങ്കിൽ ഇവിടെ എന്ത് ചിന്തിക്കുന്നു, എന്ത് നമ്മുടെ ശരീരത്തിൽ ഫീൽ ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ ബ്രെയിൻ, ലൈക്ക് ഗട്ട് ബ്രെയിൻ, അതായത് വയറിനകത്തുള്ള സിസ്റ്റം തകരാറിലാവും. അത് തകരാറിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തനം പ്രോപ്പർ ആവില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ടോയ്ലറ്റ് പോകണം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും സ്ട്രെസ് വന്നാൽ ടോയ്ലറ്റ് പോകണം. ഒരു ദിവസം 3-4, ഏറ്റവും ചുരുങ്ങിയത് 3-4 തവണ ടോയ്ലറ്റ് പോകുന്ന ഒരവസ്ഥ. ശരിക്കും ഒരു ദിവസം ഒരു പ്രാവശ്യം പോയാൽ മതി. പക്ഷെ സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് ആൾക്കാർക്ക് അത് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് വല്ലാണ്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ ബുദ്ധിമുട്ട്. അപ്പം എപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വല്ലാണ്ട് ആരോഗ്യപരമായിട്ട് ബാധിക്കും. നമ്മുടെ ഒരു ദിവസത്തെ അത് വല്ലാണ്ട് തടസ്സപ്പെടുത്തുന്ന ബുദ്ധിമുട്ട് വരും. മാമിന്റെ ശരീരം എന്ന് വെച്ചാൽ ഒരു കോപ്പിംഗ് മെക്കാനിസം ആയിരുന്നു ഇത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നുണ്ടാവും. ഓരോ അസുഖങ്ങളും ഓരോ കോപ്പിംഗ് മെക്കാനിസമാണ് ശരീരത്തിന്റെ. നമ്മൾ അനുഭവിക്കുന്ന പല അസുഖങ്ങളും കോപ്പിംഗ് മെക്കാനിസമാണ്. അതായത് ആ അസുഖം വന്നിട്ടാണ് എന്ത് ചെയ്യണത്, ഇതിനെ പിടിച്ചു നിർത്തുന്നത്. ഓക്കെ. അപ്പം ഈ ഒരു നമ്മുടെ ഉള്ളിൽ സ്ട്രെസ് അധികം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ച് ശരീരം എന്ത് ചെയ്യും, അതിന്റെ ഒരു 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 അതിന്റെ ആ ഒരു ടോക്സിൻസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ നമ്മൾ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ടോക്സിൻസ് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് റിലീസ് ആവാൻ തുടങ്ങും. അപ്പൊ എന്താ സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ നേരത്തെ ആ അസുഖം അങ്ങോട്ട് കൂടുതലായിട്ട് അങ്ങോട്ട് അനുഭവിക്കാൻ തുടങ്ങും. അതായത് നമ്മൾ ഫ്ലഷ് ഔട്ട് ചെയ്യാണ് കംപ്ലീറ്റ്ലി. നമ്മൾ റിലീസ് അങ്ങോട്ട് ചെയ്തിട്ട് നമ്മുടെ ബോഡി ഇത്രയും കാലം നമുക്ക് ബോഡിക്ക് താങ്ങാൻ കഴിയാത്തതായിരുന്നു നമ്മൾ ഫ്ലഷ് ഔട്ട് ചെയ്തിരുന്നത്. ഓക്കെ. ബാക്കി അതവിടെ സ്റ്റോർ ചെയ്ത് വെക്കുമായിരുന്നു. പിന്നെ കൂടുതൽ വരുമ്പോൾ വീണ്ടും ഇതേപോട്ട് അങ്ങനെയായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഒരു തെറാപ്പി അങ്ങ് ചെയ്യുന്നതോടുകൂടി, കംപ്ലീറ്റ്ലി അങ്ങ് ടാപ്പ് ചെയ്തിട്ട് തെറാപ്പി അങ്ങ് ചെയ്തതോടുകൂടി കംപ്ലീറ്റ്ലി അങ്ങ് ഒഴുകാൻ തുടങ്ങും. അപ്പൊ 2-3 ദിവസമൊക്കെ നമുക്ക്, ചിലർക്ക് അത് വൊമിറ്റിംഗ് ആയിരിക്കും, ഛർദി പോലെ ആയിരിക്കും, ചിലർക്ക് അതെന്ന് വെച്ചാൽ വിയർക്കുന്ന പോലെ. പക്ഷേ അതങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് ഈ പറഞ്ഞ പോലെ നസ്രീം പറഞ്ഞ പോലെ 3 ദിവസം കഴിഞ്ഞ് നമ്മളൊന്ന് ഉയർത്തെഴുന്നേൽക്കും. ഇതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ആ ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് പിന്നീട് നമുക്കൊരു ഫ്രീഡം ഉണ്ട്, നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. എന്താണ് മാം അതിനെക്കുറിച്ച് പറയാനുള്ളത്? ആ സ്വാതന്ത്ര്യം, അവിടുന്ന് അങ്ങോട്ടുള്ള അവസ്ഥകളെ കുറിച്ച് എന്താ പറയാനുള്ളത്, ഒന്ന് പറയൂ. അത് വല്ലാത്തൊരു എന്താ പറയാ, പറയാൻ പറ്റൂല. അത് നമ്മളൊരു ഒരു പുതിയ ജന്മം കിട്ടിയതുപോലെയാണ് ഇപ്പം നിൽക്കുന്നത്. അത് പറയുമ്പോഴാണ് ഒരു വല്ലാത്തൊരു മനസ്സിന് എന്താ പിടുത്തം കിട്ടൂല. അത്രയ്ക്കും റിലാക്സ് ആയിട്ടാണ് ഇപ്പൊ പോകുന്നത്. വീട്ടിലേക്ക് വരാൻ എന്തൊരു ഇഷ്ടമെന്നറിയോ. ഇപ്പൊ സ്കൂളിൽ നിന്ന് 5 മണിയായി തുടങ്ങും. ഞാൻ പോട്ടെ. കാരണം എന്താ, എന്റെ വീട് ഇപ്പൊ എനിക്ക് സ്വർഗ ഭൂമിയാക്കി മാറ്റി. ഇത്രയും ഭയങ്കര ഇഷ്ടമായി ഇപ്പൊ എന്റെ വീട്ടിലേക്ക് വരാൻ. മറ്റേത് ഞാൻ വീട്ടിലേക്ക് വരണേ, ഞാൻ ഇവിടുന്ന് പോകുമ്പോ തന്നെ പറയും, ഞാൻ ഒന്ന് വരില്ല കേട്ടാ, എന്നെ ആരും വിളിക്കണ്ട, എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത്, എനിക്ക് തോന്നിയാണ്ട് വരും. അതായിരുന്നു ഞാൻ ഇവിടുന്ന് പോകുമ്പോ പറയുന്ന ഡയലോഗ്. ഇന്നത് മാറി. എനിക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ, എന്നെ കാത്തിരിക്കുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. മറ്റത് എന്നെ കാത്തിരിക്കുന്നവരില്ല എന്ന തെറ്റായ ധാരണ വെച്ചായിരുന്നു ഞാൻ അത്രയും കാലം പോയത്. എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിൽ കാത്തിരിക്കുന്നുണ്ടാവും. അതൊന്നും എന്റെ അനുഭവമല്ല. അതെനിക്ക് പുതിയ അനുഭവം ആകുമ്പോൾ പിന്നെ ഇത് എനിക്ക് സ്വർഗ്ഗമായി എന്റെ ഭൂമി. അതുപോലെ തന്നെ ഞാൻ സ്കൂളിലേക്ക് കയറി ചെല്ലുമ്പോൾ പുഞ്ചിരിക്കുന്ന ഒത്തിരി മക്കള്, ഒത്തിരി അധ്യാപകര് കയറി വരുമ്പോ തന്നെ അവരിങ്ങോട്ട് എന്താ പറയാ, ആകെ പിടിച്ചിട്ട് ഹഗ് ചെയ്തിട്ട് ഒരു ഉമ്മൊക്കെ തരിക. ഇതൊക്കെ എവിടുന്നാ വരുന്നത് എനിക്കറിയില്ല. കാരണം ഇത്രയും കാലം ഞാൻ സ്കൂളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞാൽ നല്ല രസം ഉണ്ടാവും ആ കാര്യം. കാരണം ഒരു കുട്ടി ഗ്രൗണ്ടിൽ കൂടെ ഓടിയാൽ മതി, എന്നാ ഇതിന്റെ എന്താണ് ആ പറച്ചിലെന്ന് എനിക്കല്ല, ട്രിഗറാണോ അല്ല സിംഹമാണോ ഞാൻ എന്ന തരത്തിലേക്ക് മാറും. ഒരു കുട്ടി ഓടിയാൽ മതി. ആ കുട്ടിനെയും ചീത്ത പറഞ്ഞ് സ്റ്റാഫ് റൂമിലുള്ള എല്ലാ ടീച്ചർമാരും രാവിലെ വരുന്നത് തന്നെ ചീത്ത പറഞ്ഞു, നിങ്ങളൊക്കെ എന്ത് ചിരിക്കുക ഈ കുട്ടികളെ നോക്കാതെ എന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ ആ ചീത്ത എന്ന് പറയുന്ന ആ ഒരു ദേഷ്യപ്പെടുന്ന രംഗം ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ ഇന്നലെ ഒരു ടീച്ചർ എന്നോട് പറയാ, ടീച്ചർ നിങ്ങൾ ഈ രീതിയിൽ പോയാൽ പറ്റില്ല കേട്ടോ, നിങ്ങളെ കോഴ്സും കാര്യമൊക്കെ ശരിയാ, നിങ്ങൾ ആ പണ്ടത്തെ ലെവലിൽ ഇങ്ങനെ നിന്നില്ലെങ്കിൽ ഉണ്ടല്ലോ കുട്ടികളൊന്നും പറഞ്ഞാൽ കേൾക്കൂല, തീരെ അനുസരണയില്ലാതായി മാറുന്നുണ്ട്, നിങ്ങളെ ഒരു തെറാപ്പി, നിങ്ങളെ ഒരു വർത്തമാനം എന്നാണ് ടീച്ചർ കുറെ പറഞ്ഞപ്പോ ഞാൻ ടീച്ചറോട് പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഒരു 10 വട്ടം പറഞ്ഞു ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. ടീച്ചർ എന്തോ ഒരു മയം വരുന്നു.
നിങ്ങളോട് ചീത്ത പറഞ്ഞപ്പോ എന്തോ ഒരു വ്യത്യാസം വരുന്നുണ്ടല്ലോ എനിക്ക് എന്നാണ്. അത് തന്നെയാണ് ഇറ്റ്സ് ഓക്കെയുടെ പ്രതിഫലം. അതുപോലെ തന്നെയാണ് ഞാൻ പറയാനുള്ള ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ചാൽ, ഞാന് സാറുടെ ഒരു ക്ലാസ്സിലാണ് ഗോൾ സെറ്റിംഗ്സ് വരുന്നത്. ഡിസംബറിലാണ് സാറ് ഗോൾ സെറ്റിംഗ്സ് നടത്തുന്നത്. അതില് എന്നോട് പറഞ്ഞു, അല്ല, അത് എന്നോട് നല്ല സാറ് പറഞ്ഞു, എല്ലാവർക്കും വരുന്ന ഗോൾ സെറ്റിംഗ്സ് അങ്ങോട്ട് എഴുതി വെക്കും. ഞാനത് എഴുതാൻ തുടങ്ങി. എനിക്ക് ഇതുവരെ കാലമായിട്ട് ഗോളില്ലായിരുന്നല്ലോ, കാരണം എനിക്ക് കുറെ പൈസ ഇട്ടിട്ടുണ്ട്. ഞാനത് എന്തൊക്കെയോ ഒരു തലയും വാലില്ലാതെ ഇങ്ങനെ ചെലവഴിക്കുന്നുണ്ട്. മക്കൾ എന്നോട് പറയും എന്താ ഇൻവെസ്റ്റ് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ പറയും ഇതാ നിങ്ങൾ തന്നെ ഇൻവെസ്റ്റ്മെന്റ്, വേറെന്ത് ഇൻവെസ്റ്റ്മെന്റ്. ആ രീതിയിലായിരുന്നു എന്റെ ലൈഫ് ഇത്രയും കാലം പോയത്. ആ ഗോൾ സെറ്റിംഗ്സിൽ ഞാൻ കുറെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ വെറുതെ എഴുതി വെച്ചതാണ്, ഇക്കൊല്ലത്തെ എന്റെ വാർഷികം ഞാൻ നടത്തും. ആ എഴുതിയെടുത്ത അന്ന് തന്നെ പിറ്റേന്ന് തിങ്കളാഴ്ചയാണല്ലോ, സ്കൂളിൽ ചെന്നിട്ട് പറയാണ്, അത് തിങ്കളാഴ്ച അല്ല, ചൊവ്വാഴ്ച എടുത്തോളൂ, ഡേറ്റ് ഒക്കെ ഓർക്കുന്നില്ല. അവിടെ ചെന്നിട്ട് പോയി പറഞ്ഞു, ഞാൻ നമ്മൾക്ക് വാർഷികം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അവരെന്നോട് പറഞ്ഞു, വേലിമൊക്കെ എടുക്കുന്ന പാമ്പിനെ പിടിച്ച് വെറുതെ തോളിലിടണ്ട. അത് വേലിമത്തതല്ല, ഞാൻ എന്റെ തോളിലുള്ളതാണ് ഇട്ട് നടക്കുന്നത്. അപ്പൊ ഞാൻ ആ നെഗറ്റീവ് പറഞ്ഞ ആളെടുത്തുനിന്ന് മാറി വേറെ ആളെടുത്ത് എന്നിട്ട് പറഞ്ഞു ഞാൻ വാർഷികം നടത്തും. ആ ആളും പറഞ്ഞു നിങ്ങൾ എങ്ങനെ നടത്തും, എന്തുകൊണ്ട് നടത്തും. അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് വേറെ ആളെടുത്ത് എന്നിട്ട് പറഞ്ഞു ഞാൻ വാർഷികം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്, എന്നാൽ നമ്മക്കവിടെ നടത്താം എന്ന് ഒരാളാണ് പറഞ്ഞത്. ആ ആളുടെ സംസാരത്തോട് കൂടി ഞാൻ PT എക്സിക്യൂട്ടീവിൽ ഒരു ചർച്ചയ്ക്കിട്ട്, നമ്മൾക്ക് വാർഷികം നമ്മൾ നടത്താൻ നിങ്ങൾക്ക് എല്ലാവരുടെ അഭിപ്രായം അറിയിക്കും. അപ്പൊ അവർ പറഞ്ഞു ടീച്ചറെ നമുക്ക് നടത്താം, നമുക്ക് നടത്താം. പെട്ടെന്ന് PT എക്സിക്യൂട്ടീവ് വിളിക്കുന്നു, എക്സിക്യൂട്ടീവ് സമ്മതിക്കുന്നു. ഫണ്ട്, അപ്പൊ വലിയൊരു എമൗണ്ട് ഫണ്ടൊക്കെ വേണം, ഒരു 2 lakh ഒക്കെ വേണം വാർഷികം പോലെ നടത്തണം. പിന്നെ ഞാൻ എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്തപ്പോൾ നമുക്ക് ചെറിയ തുക പിരിക്കാം, ബാക്കിയൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന്. ആ ഒരു തീരുമാനം എടുത്തതോടുകൂടി ടീച്ചേഴ്സിനെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവരൊക്കെ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത്. പിന്നെ പ്രോഗ്രാമിന്റെ പ്ലാനിങ്, അപ്പൊ അവർക്ക് മന്ത്രി വേണം, ആനത്തോട്ട്, ഇതെല്ലാം കൂടി ഒപ്പിച്ച് കളർഫുൾ ആക്കിയാണ് വെച്ചു. അതങ്ങോട്ട് നടന്നു. എങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പൊ അതിന്റെ ഫണ്ട് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ അതും എനിക്കറിയില്ല. ഇന്ന് എനിക്ക് 1200 രൂപ മാത്രമേ ആ കാര്യത്തിലുള്ളൂ. 1,90,000 രൂപ ചെലവ് വന്ന വാർഷികത്തില് വെറും എനിക്ക് 2000 രൂപ ചെലവ്, ബാക്കി ഇരിക്കുന്നുള്ളൂ കൊടുക്കാൻ. ബാക്കി മുഴുവൻ ഞാൻ കൊടുത്ത് തീർത്തു. അപ്പൊ അത് എവിടുന്ന് കിട്ടി? എന്റെ റബ്ബ് എന്നിലേക്ക് എത്തിച്ചു. എങ്ങനെ എത്തിച്ചു? ഞാൻ മാറിയതോടുകൂടി എന്നോട് കൂടെ എന്നോട് ദേഷ്യപ്പെട്ട് നിന്നിരുന്ന, എന്നോട് സഹകരിക്കാതിരുന്നിരുന്ന എന്റെ എല്ലാരും എന്നിലേക്ക് അടുത്തു വന്നു. അതന്നെ സംഭവിച്ചിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ അവലോകന യോഗം നടന്നു. അതിലൊരു ടീച്ചർ പറയാ, കാരണം ഇത്രയും കാലമായിട്ട് എന്റെ ടീച്ചർമാർ എന്റെ മുഖത്തേക്ക് എന്റെ പ്രശംസ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഞാൻ പറയാ ടീച്ചർ എന്തോന്നറിയില്ല, ആകപ്പാടെ അങ്ങോട്ട് മാറി. നമ്മൾ 30 കൊല്ലം കണ്ട ടീച്ചറല്ല ഇപ്പൊ. 30 കൊല്ലം ഞാൻ സർവീസ് ചെയ്യൽ തുടങ്ങിയിട്ട്. 95 കയറിയത്, 2025. ഈ 30 കൊല്ലം കണ്ട ടീച്ചർ അല്ലല്ലോ ഈ ടീച്ചർ. ടീച്ചർക്ക് എന്തോ ഒന്ന് സംഭവിച്ചു. ടീച്ചറുടെ നാവിൽ നിന്ന് ഏത് സമയം ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ആ ഇറ്റ്സ് ഓക്കെക്ക് ഇത്രയും ഫലം ഉണ്ടായി എന്നുള്ളത് അറിഞ്ഞത് നമ്മളെ വാർഷികത്തിലാണ്. ഒരു പ്രശ്നമില്ല. മറ്റത് ടീച്ചർ ഇങ്ങോട്ട് വറീഡാവും, ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാതാകുമ്പോ അപ്പൊ നമ്മൾ ആകെപ്പാടെ ബേജാറാവും. അങ്ങനെ പരിപാടിയൊക്കെ അങ്ങോട്ട് കൊളാവും. പ്രാവശ്യം ടീച്ചർ ഒരു ഭാഗത്ത് കൊടുത്ത സീറ്റിൽ അവിടെ ഇരിക്കുന്നു, എല്ലാം ഇങ്ങനെ ഇരുന്ന് വാച്ച് ചെയ്യുന്നു, ഒന്നും പ്രതികരിക്കുന്നില്ല. ഇത്രയും കാമൻ പോയിട്ടാണ് ടീച്ചർ മാറിയത്. ഇറ്റ്സ് ഓക്കെയുടെ ഫലമാണെന്ന് എന്റെ അധ്യാപകരുടെ നാവിലൂടെ കേട്ടപ്പോ ഇതിന് മുടക്കിയ പൈസന്റെ ഒരു അംശം പോലും എനിക്ക് മിസ്സായിട്ടില്ല. അത്രയും. നമ്മളിപ്പോ ആളുകളൊക്കെ വിചാരിക്കും ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുത്ത് ഈ കോഴ്സിലൊക്കെ കയറിയിട്ട് ഈ തോണ്ടലല്ലേ, അതാണ് പറയുക. ആളുകളിലേക്ക് എത്തുന്നില്ല, അത് കൂടുതൽ ആളുകളിലേക്കൊന്നും ഇത് എത്തുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു ഫലമുണ്ട്. അതിന്റെ ഫലം എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സും നമ്മുടെ വിശ്വാസവും, പ്രധാനമായിട്ടും വിശ്വാസം. വിശ്വസിക്കാം. സാറ് പറഞ്ഞെന്തോ, ഇത് കണ്ണും ചിമ്മി നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ പണിയെടുക്കൂ, നന്നായി പണിയെടുക്കൂ, നിങ്ങൾ വിശ്വസിക്കൂ. ഞാൻ അത് രണ്ടും വകക്കെടുത്തു. കറക്റ്റ് ആയിട്ട് അത് രണ്ടും ഞാൻ ഏറ്റെടുത്തു.
അതിന്റെ ഫലം എനിക്ക് ഓരോ മേഖലയിലും ഇപ്പൊ രാവിലെ സ്കൂളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതാത് ദിവസവും എന്റെ ഗ്രൂപ്പിൽ എനിക്ക് നടന്നിട്ടുള്ള കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഗ്രൂപ്പിൽ പറയാറുണ്ട്. മൈന്യൂട്ടായിട്ടുള്ള ഇന്നലെ ഉണ്ടായ ഒരു കാര്യമാണ്. ഇന്നലെ ശനിയാഴ്ച, കാരണം ഉച്ചഭക്ഷണത്തിന്റെ കണക്ക് കൊടുക്കുമ്പോൾ അതില് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ശരിക്ക് NMO ചെയ്യാറുള്ളത് ആ ബില്ല് ഒബ്ജക്ട് ചെയ്തിട്ട് ബില്ല് മടക്കലല്ല, ആ പൈസ കട്ട് ചെയ്യാണ് ചെയ്യുക. എന്നിട്ട് ഇന്നലെ എന്നെ NMO വിളിച്ചിട്ട് സൗഹൃദപരമായിട്ട് പറയും, ഞാൻ നിങ്ങളോട് മാത്രമാണ് സംസാരിക്കുന്നത്, എന്തോ നിങ്ങൾ എപ്പോ വിളിച്ചാലും ഫോൺ എടുക്കും, നിങ്ങളുടെ അടുത്ത് നിന്ന് എനിക്ക് ഒരു നല്ല വർത്തമാനം കിട്ടുന്നതുകൊണ്ട് വിളിക്കാം, നിങ്ങൾ ഇത് തെറ്റ് തിരുത്തിയിട്ട് നാളെ കൊണ്ടുവരണേ, അല്ലെങ്കിൽ പ്രയാസമാവട്ടോ. എങ്ങനെ ഇത് സംഭവിച്ചു എനിക്കറിയില്ല. അതിന്റെ തൊട്ട് ദിവസം സർവീസ് വെരിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു വലിയൊരു തിറാമുട്ടിയാണ്. കാരണം നമ്മൾക്ക് മൈന്യൂട്ടായിട്ടുള്ള കണ്ടുപിടിക്കാൻ പോയിരിക്കുന്ന ഒരു സെന്ററാണ് അവിടെ. അവിടെ ഇരുന്നിട്ട് സാർക്ക് ഞാൻ അത് ഓരോന്ന് ഇങ്ങനെ എടുത്തു കൊടുക്കുമ്പോൾ സാറ് പറയാം, നിങ്ങൾ എടുത്തു വെച്ചിപ്പോ ഇപ്പോൾ ഇതിൽ ഒരു പ്രശ്നവുമില്ല. കാരണം ഒരു സംഭവം പോലും കണ്ടുപിടിക്കാതെ 6 അധ്യാപകരുടെ 6 കൊല്ലത്തെ സർവീസ് വെരിഫിക്കേഷൻ നടത്താൻ 10 മിനിറ്റ് എടുക്കും. ഇതൊക്കെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ എനിക്കറിയില്ല എങ്ങനെയാണ് സംഭവിക്കുന്നത്. ഏത് മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോഴും എന്നെ ചീത്ത പറഞ്ഞിരുന്ന, എന്നെ പുച്ഛിച്ചിരുന്ന, എന്നോട് വളരെയധികം ദേഷ്യപ്പെട്ടിരുന്ന ആളുകൾ ഇന്ന് എന്നോട് നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു മിറാക്കിള്. അത് എന്റെ കുടുംബം, എന്റെ സ്കൂള്, എന്റെ സമൂഹം എല്ലാം, എന്തിനേറെ പറയുന്നു, എന്റെ മക്കൾ വരെ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഈ ഭൂമി ഇപ്പൊ സ്വർഗമാണ്. അതിന്റെ EFT എന്ന ഈ ഒരു പ്രതിഭാസത്തിലൂടെയാണ് നേടിയെടുത്തത്. എത്രയോ മുമ്പ് കിട്ടേണ്ടതായിരുന്നു, പക്ഷെ ഇത് ഈയിടെയല്ല നമ്മളെ മുന്നിലേക്ക് എത്തിയത്. ഇപ്പോഴായിരിക്കും പടച്ചവന്റെ വിധി വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ ഒരു 10,000 അല്ല കോടിക്കണക്കിന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് തീർച്ചയായിട്ടും ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അൽഹംദുലില്ലാ എന്നുള്ളതാണല്ലോ അതിന്റെ അർത്ഥം. നമ്മളത് കൃത്യവാചകമായിട്ട് ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഞാൻ നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ ആ മ്യൂസിക്കിലെ 4 വേർഡ് ഉണ്ട്. ഐ എം സോറി, ഐ എം ഫോർഗീവിങ്, ഐ താങ്ക് യു, ഐ ലവ് യു. ഇതാണ് എന്റെ വചനം. നേരം വെളുത്ത് ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഇത് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കും. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് കിട്ടൂല, വാക്കുകളൊന്നും. ഇത് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കും. പിന്നെ ആദ്യമൊക്കെ ഞാൻ എന്റെ കണ്ണടയിൽ ഇങ്ങനെ നോക്കുമ്പോ എന്തൊരു കുറുക്കന്റെ മാതിരി ഇന്നെ നോക്കണമെന്ന് ഞാൻ തന്നെ അത് പറയും. കണ്ണടയിൽ നോക്കി നോക്കിയിട്ട് മുഖത്തേക്ക് നോക്കൂലായിരുന്നു. ഇന്നിപ്പൊ ഞാന് ഫ്രിഡ്ജിന്റെ മുന്നിലുണ്ട് കണ്ണട, അതിലും പോയി നോക്കും. അതിന് വെളിച്ചം കാണില്ല എന്ന് തോന്നുമ്പോ റൂമിൽ വന്നിട്ട് കണ്ണന്റെ മുന്നിൽ നോക്കും, അതിലും വെളിച്ചം കിട്ടുന്നില്ല തോന്നുന്നത് ശരിക്കും ചെറിയ മിറർ എടുത്തിട്ട് ഞാൻ നോക്കും. എന്റെ മുഖം നന്നായിട്ടുണ്ട്, ഞാൻ നന്നായി വന്നിട്ടുണ്ട്, നല്ല ഭംഗി വെച്ചിക്കണല്ലോ, ഇപ്പോഴാണ് ഇപ്പൊ നീ ഭംഗി വെച്ചത്. ഇങ്ങനെ സ്വയം ഇങ്ങനെ കുറേ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ എല്ലാവർക്കും പിന്നെ ഭ്രാന്താണെന്ന് മക്കൾ ചോദിക്കാൻ തുടങ്ങി. സ്കൂളിലെ ടീച്ചർമാർ ഓഫീസ് റൂമിലുണ്ട് ചെറിയൊരു മിറർ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. ടീച്ചർമാർ ചോദിക്കും, എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഒന്നുമില്ല, ചെറിയൊരു ഭ്രാന്ത് പിടിച്ചതാന്ന് പറയും. ഇതാണ് EFTയിൽ എനിക്ക് കിട്ടിയപ്പോ ഉണ്ടായിട്ടുള്ള എന്റെ മാറ്റങ്ങൾ. ഓക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മാം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഡെയിലി ലൈഫിൽ നമ്മൾ മിറക്കിൾസ് കാണുക എന്നുള്ളൊരു സംഗതിയുണ്ട്. അതാണ് ഇപ്പൊ മാം ഇവിടെ പറഞ്ഞത്. നമുക്കൊക്കെ നമ്മളിൽ അധികം ആൾക്കാരും ഈ കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന അത്ഭുതങ്ങളുണ്ട്. ആ അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമാണ് ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ പലതും എളുപ്പമാകും. ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ നെഗറ്റീവ് എനർജി നമ്മൾ ക്യാരി ചെയ്യുന്നത് കൊണ്ട് നമ്മൾ വിചാരിക്കും ഓക്കെ, നമുക്ക് പലയിടത്തും പ്രയാസമുണ്ട്. നമ്മളൊക്കെ അധികം ചില ആൾക്കാരെന്ന് വെച്ചാൽ ലൈഫ് അങ്ങനെയാണ്, ലൈഫിന്റെ റിയാലിറ്റി അങ്ങനെയാണ്, ഇത് ലൈഫ് ഭയങ്കര കഷ്ടപ്പാടും പ്രയാസവും നിറഞ്ഞതാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട്. വളരെ റിയലിസ്റ്റിക് ആയിട്ടും വളരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക എന്നുള്ള തരത്തിൽ നിന്നുകൊണ്ട് പറയും ലൈഫ് ഇങ്ങനെയാണ്, ഇതിൽ പ്രത്യേകിച്ച് എളുപ്പമൊന്നും വരാൻ പോകുന്നില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വി ഷുഡ് ബിലീവ് ഇൻ ദ മിറക്കിൾസ്. മിറക്കിൾസിൽ നമ്മൾ ബിലീവ് ചെയ്യണം. അപ്പം മാം കൂടെ ഷെയർ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ പല കാര്യങ്ങളും എളുപ്പമാകുന്നു. അതിനു മുൻപുണ്ടായിരുന്ന സംഭാഷണങ്ങൾ, പ്രയാസമായിട്ടുണ്ടായിരുന്ന സംഭാഷണങ്ങൾ, ആ വ്യക്തികൾ നമ്മളോട് പെരുമാറുന്നത് മാറുന്നു. പലപ്പോഴും പ്രയാസമുണ്ടായിരുന്ന ഇൻസ്പെക്ഷൻസ് അല്ലെങ്കിൽ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം വളരെ എളുപ്പമായിട്ട്
എല്ലാവരുമായിട്ടുള്ള ഇടപെടലുകൾ എളുപ്പമാകുന്നു. പിന്നെ കൂടുതൽ സെൽഫ് ലവ് വർദ്ധിക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് മാം പറഞ്ഞു. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തതിനെ കുറിച്ച് 2 രീതിയിലാണ് പറഞ്ഞത്. ഒന്നെന്താ വെച്ചാൽ ശരിക്കും വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട് നടക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡിൽ ഉപയോഗിക്കാവുന്ന വാക്കുകൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഹീലിംഗ് എന്ന് പറയുന്നത് എത്ര കണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നു എന്നതിലൂടെയാണ്. കോഴ്സിൽ നിന്ന് ആ ഒരു കാര്യം ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാം പറഞ്ഞൊരു കാര്യമുണ്ട്. വിശ്വസിക്കുക, പണിയെടുക്കുക. അതായത് വിശ്വസിക്കുക, പണിയെടുക്കുക. നിങ്ങൾ കംപ്ലൈന്റ് പറയേണ്ട, വായ മൂടി വെച്ച് പണിയെടുക്കുക. എന്നിട്ട് ആ ഒരു വിശ്വസിക്കുക, പണിയെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഞാനും എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലൂടെയാണ് എൻ്റെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ 2011 മാറി മറിയുന്നത്. നമ്മൾ ആകെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോച്ചുമാർ എന്താണോ പറയുന്നത് അത് 100% വിശ്വസിക്കുക, അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക, എന്നിട്ട് പണിയെടുക്കുക. മാം ഇവിടെ എന്താ വെച്ചാൽ കറക്റ്റായിട്ട് എന്താ വെച്ചാൽ അത് അതുപോലെ അപ്ലൈ ചെയ്തു. ആ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. കോഴ്സ് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഉള്ള ഒരു ഏറ്റവും വലിയ മെസ്സേജ് അതാണ്. ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ളവർക്കുള്ള മെസ്സേജ് ഇതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ മാമിന് എന്തുകൊണ്ട് നമ്മൾ റിസൾട്ട് കിട്ടിയ ആൾക്കാരാണല്ലോ ഈ ഒരു സെഷനിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം എന്തുകൊണ്ട് അവർക്ക് റിസൾട്ട് കിട്ടി എന്നുള്ളത് അവരുടെ സ്റ്റോറി അവർ പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട പോയിന്റാണ് പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക, അന്ധമായിട്ട് വിശ്വസിക്കുക. ഞാൻ പറയാറുണ്ടായിരുന്നു ലൈക്ക് അറിവുള്ള ആൾക്കാർക്ക് പലപ്പോഴും റിസൾട്ട് കുറയും. ഞാൻ ഭയങ്കര അറിവുണ്ട് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധൂസായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ അറിവില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഇതിന്റെ മുൻപിൽ ഇരുന്ന് സമർപ്പിച്ചിട്ട് ഇതൊക്കെ ഞാൻ കുറെ കേട്ടതാ എന്നുള്ള ഡയലോഗൊന്നും അടിക്കാതെ നമ്മൾ എന്താണോ പറഞ്ഞത് അത് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് പണിയെടുക്കുമ്പോൾ പണിയെടുത്ത് റിസൾട്ട് കിട്ടും. മാം ആ പണിയെടുത്തു, ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ റിസൾട്ടാണ് കാണുന്നത്. കണ്ണാടിയിൽ നോക്കിയിട്ട് മിറർ പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ആ മിറർ പ്രാക്ടീസ് ശരിക്കും മാം ചെയ്യുന്നു. അപ്പോൾ മാം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി. ആ ഒരു അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറുക്കന്റെ ഭാഗമായിരുന്നു. കുറുക്കൻ നോക്കുന്ന മാതിരി തിരിച്ചിങ്ങോട്ട് നോക്കുക. ശരിക്കും ആക്ച്വലി നമ്മളെല്ലാവരും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. നമ്മൾ ഒരുപാട് ദേഷ്യവും വെറുപ്പും ഇതും നമ്മളെ മനസ്സിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ണാടിയിൽ നോക്കിയാലും നമുക്കറിയാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടാൽ തന്നെ അറിയാം അവരുടെ മുഖഭാവം എപ്പോഴും. കാരണം നമ്മൾ എന്താണോ നമ്മൾ സ്ഥിരമായി ചെയ്യുന്നത്, സ്ഥിരമായി നമ്മൾ എന്താണോ അനുഭവിക്കുന്നത്, ഫീൽ ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്, അത് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഏതൊരു കാര്യത്തിനെയും പറയുന്ന പേരാണ് പ്രാക്ടീസ്. അപ്പൊ നമ്മൾ ആ ഒരു ഇമോഷൻസ് പ്രാക്ടീസ് ചെയ്യായിരുന്നു. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എപ്പോഴും അത് നമ്മളിൽ ഉണ്ടായി നമുക്ക് എപ്പോഴും എന്തായിരിക്കും, ദേഷ്യം വരുമ്പോൾ നമ്മുടെ ഭാവം അങ്ങനെ ആയിരിക്കും, സങ്കടം വരുമ്പോൾ നമ്മുടെ ഭാവം അങ്ങനെ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഒരു ഭംഗിയുള്ള ഭാവം ആയിരിക്കില്ല. കാലങ്ങളായി, വർഷങ്ങളായി, ദിവസങ്ങളായി ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കതൊരു പാറ്റേണായി ബോഡി പിന്നെ അങ്ങനെയായി മാറും. ഭംഗിയില്ലാത്ത, പുഞ്ചിരിക്കാൻ കഴിയാത്ത, പുഞ്ചിരിക്കാൻ ഇഷ്ടമില്ലാത്ത, മറന്നു പോകുന്ന ആൾക്കാരുടെ മുൻപിൽ ഫേക്കായിട്ട് ഇങ്ങനെ എന്നുള്ള ഒരു ചിരിച്ചിരിക്കുന്ന, ഉള്ളിൽ ഭയങ്കര സങ്കടങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു സംഗതി. ഇപ്പോ മാമിന് ഉള്ളിൽ നിന്ന് ചിരിക്കാൻ പറ്റുന്നുണ്ട്, സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്, ആനന്ദിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ആന്തരികമായ ലോകത്തുള്ള ഒരു വലിയ മാറ്റമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ചേഞ്ചിന് കാരണമായിട്ടുള്ളത്, ഈ ഒരു മിറക്കിൾസിന് കാരണമായിട്ടുള്ളത്. അപ്പം മാമിനോട് എനിക്ക് അടുത്ത് ചോദിക്കാനുള്ളത്, കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് ഇതിന് ജോയിൻ ചെയ്ത ക്യാഷ് പോവോ അല്ലെങ്കിൽ നഷ്ടപ്പെടുവോ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നിൽക്കുന്നവരോട് എന്താണ് മാമിന് പറയാനുള്ളത്? ലൈക്ക് വാട്ട് യു വാണ്ട് ടു ടെൽ? അതുപോലെ തന്നെയാണ് ഒരു സംഭവം. ഞാൻ ഉറങ്ങിയിട്ട് കാലങ്ങളായിരുന്നു. ഓക്കെ. ഉറക്കം എന്ന് പറയുന്ന സാധനം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ കിടക്കുന്നത് മുതൽ ഇങ്ങനെ ബെഡിൽ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് ഇങ്ങോട്ടും മാറി അങ്ങോട്ടും മാറി ബാങ്ക് കൊടുക്കും, എഴുന്നേറ്റ് പോരും. എന്നിട്ട് തലക്കൊരു പിപ്പിരി ആയിരിക്കും. എന്നിട്ട് ഡോക്ടർ എനിക്ക് പ്രഷറിന് മരുന്ന് തന്നു. ഇത് നിർത്താൻ പാടുള്ളതല്ല, ഇത് മരിക്കോളം കുടിക്കണം എന്നുള്ള നിബന്ധന. എനിക്ക് ഈ EFTയിലാണ് കയറി ഇന്നലെ വരെ ഉറക്കം. ഞാനവിടെ കിടക്കുന്ന എനിക്കറിയാം 4:30 മണിക്ക് അലാരം അടിക്കുന്നത്. ഞാൻ ഓട്ടോമാറ്റിക്കലി എഴുന്നേറ്റ് വരും. ശുദ്ധനിദ്രമായ ഉറക്ക്, അൽഹംദുലില്ലാ. അതുപോലെ തന്നെയാണ് ഇപ്പൊ ടെൻഷൻ ഒന്നും ഇല്ല. ടെൻഷൻ എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല. ഇന്നലെ എന്റെ ജ്യേഷ്ഠത്തിയുടെ മകളുടെ ഒരു കാര്യം പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജിലാന്ന് പറഞ്ഞ് വിളിച്ചു. എനിക്ക് ചെറിയൊരു പ്രയാസം തോന്നി മനസ്സിലേക്ക്. അപ്പൊ ഇരുന്ന് ഞാൻ ടാപ്പ് ചെയ്തു. എനിക്ക് ആവശ്യമില്ല ഈ പ്രശ്നം, ഈ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചും ടാപ്പ് ചെയ്തു. അതോടുകൂടി പിന്നെ എനിക്ക് ആ ചിന്തന മനസ്സിൽ വന്നിട്ടേ ഇല്ല. അതുപോലെ തന്നെയാണ് ഞാന് ടീച്ചർമാരൊന്നും ഈ പിള്ളേരെ പോയിട്ട് ചീത്ത പറയും, നല്ല ചീത്ത പറയും. അപ്പൊ
ഞാൻ പറഞ്ഞു ടീച്ചർമാരോട്, നിങ്ങൾ പിള്ളേരെ ചീത്ത പറയണ്ട, ആ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് അവര് പറഞ്ഞു, അവർക്ക് കുറച്ച് കാര്യങ്ങൾ, എനിക്ക് ഈ കിട്ടിയ വിവരം വെച്ചിട്ട് ഞാൻ അവരോട് കുറച്ച് കാര്യം പറഞ്ഞു കൊടുത്തിട്ട്, നിങ്ങൾക്ക് മാർക്ക് കുറയുന്നതിനൊക്കെയുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ല, നമുക്ക് കുറെ കാര്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ എല്ലാവരും രാവിലെ എഴുന്നേറ്റുമ്പോഴും രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇത്തരത്തിൽ ടാപ്പ് ചെയ്തിട്ട് ടീച്ചർ പറയുന്ന ഒരു 5 കാര്യമുണ്ട്, ഈ 5 കാര്യങ്ങൾ എന്നും പറയുക രാവിലെയും കിടക്കുമ്പോഴും. അങ്ങനെ ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് രാവിലെ പറയാം, ടീച്ചറെ എനിക്ക് ഇപ്പോ എന്നും 10ൽ 10 കേട്ടെഴുത്തെടുത്താൽ ശരി കിട്ടി തുടങ്ങിയിരിക്കുന്നു ടീച്ചറെ. അപ്പൊ ഞാൻ ചോദിച്ചു, മോൾ ഇതൊന്നും ചെയ്യാറുണ്ടോ? ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എന്നും കിട്ടുന്നുണ്ട്. അതാണ് ഞാനും പറയാൻ പോകുന്നത്. എനിക്ക് കിട്ടിയ അറിവ് ആ കുട്ടിയിൽ കൊടുത്തപ്പോ ആ കുട്ടിയിൽ ഉണ്ടായ മാറ്റം ഞാൻ ഇന്നും വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ടീച്ചറോട് ഇന്നും ചോദിക്കും, ആ മോള് എങ്ങനെയുണ്ട് ടീച്ചർ? അവൾക്ക് എന്താന്ന് അറിയില്ല ടീച്ചർ, അവളിപ്പോ നന്നായി വായിക്കാനും എഴുതാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അവൾക്ക് ചെറിയ മാറ്റം കാണുന്നുണ്ട്. 10ൽ ഒരാള് ഇത് അംഗീകരിക്കുന്നുള്ളെങ്കിൽ ആ അംഗീകരിക്കുന്നവരിലേ ഇത് മാറ്റം സംഭവിക്കുള്ളൂ. എന്റെ പ്രിയപ്പെട്ട ഈ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന എന്റെ ശബ്ദം കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാന് മെഡിസിനൊക്കെ എടുത്തു വെച്ചു. എന്റെ കൊളസ്ട്രോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോ 276 ഉള്ളത് 210ലേക്ക് ഇപ്പൊ കുറഞ്ഞു കൊളസ്ട്രോൾ. പ്രഷർ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ എന്റെ നോർമൽ സ്റ്റേജിൽ നിൽക്കുകയാണ്. IBSന്റെ ഗുളിക ഞാൻ കഴിക്കുന്നില്ല. പിന്നെ എനിക്ക് കാലിന്റെ മുട്ടിന്റെ ഒരു വേദനയാണ് ഇപ്പൊ ഉള്ളത്, അതും ഇതിൽ നിന്ന് റിലീസ് ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അഫർമേഷൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മാറ്റി വെച്ചു, എനിക്ക് അതെല്ലാം റിലീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ചെറിയ ചെറിയ കാരണം നമ്മൾ 2 മാസത്തോട് അടുക്കുന്നല്ലേ ഉള്ളൂ, ഇത്രയൊക്കെ മാറ്റങ്ങൾ വന്നല്ലോ. അപ്പോ ഇതിൽ നിന്ന് പിന്നോട്ട് നിന്ന് വേണോ വേണ്ടേ എന്ന് ചിന്തിക്കുന്നവര് ആ ചിന്ത മാറ്റി വെച്ച് കൃത്യമായിട്ട് ഇതിൽ വിശ്വസിക്കണം. ഞാൻ വീണ്ടും അടിവരയിട്ട് പറയാണ്, ഇതിൽ വിശ്വസിക്കണം, നല്ല പോലെ പണിയെടുക്കുകയും വേണം. അവരിതിലേക്ക് വന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾ കൊടുക്കുന്ന പണത്തിന് അതിന്റെ എത്രയോ ഇരട്ടി മൂല്യം കിട്ടുന്ന സന്തോഷവും സമാധാനവും ആരോഗ്യവും ഹെൽത്തും തിരിച്ചു പിടിക്കാൻ ഈ ഒരു പ്ലാറ്റ്ഫോം അനുയോജ്യമാണ് എന്ന് ഉറക്കെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ഇതിലേക്ക് വരണം, എല്ലാവരും വേറിട്ട് നിൽക്കുന്ന എല്ലാവരും വരണം. കാരണം നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ജീവിതം മുന്നോട്ട്. ആകെ നമുക്ക് കുട്ടിക്കാലം കഴിഞ്ഞാൽ കിട്ടുന്ന നമ്മളുടെ ആ യൗവന കാലഘട്ടം എന്ന് പറഞ്ഞത് 25 മുതൽ ഒരു 40 വയസ്സിൽ 15 വർഷക്കാലം. ആ കാലം നമ്മൾ കടിച്ചു പറഞ്ഞ് എന്താ പറയാ, കുറെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ഓടും, കുറെ സമ്പാദിക്കാൻ വേണ്ടി ഓടും. ജീവിതം എന്നത് നമ്മൾ ആസ്വദിക്കുന്നേ ഇല്ല. അപ്പൊ നമ്മളുടെ ജീവിതത്തെ നമ്മൾ ധന്യമാക്കിക്കൊണ്ട് ഈ ഭൂമിയിലേക്ക് നമ്മൾ ഇറക്കിയെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ ആസ്വദിക്കേ പറ്റൂ. അപ്പൊ അതിന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയും സ്ട്രഗിളുകൾ നമുക്ക് മാറ്റിമറിക്കണമെങ്കിൽ ഉറപ്പായിട്ടും കാരണം ഇത്തരത്തിലുള്ള കോഴ്സ് ഞാനും ഒരുപാട് യൂട്യൂബിൽ ഇതൊക്കെ കേട്ടിട്ടുണ്ട്, ഒരുപാട് ട്രെയിനേഴ്സിന്റെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഒരു ദിവസത്തെ കോഴ്സ് കോഴിക്കോട് പോയിരിക്കത്തെ കോഴ്സിന്റെ പേരറിയില്ല, അതിലും പോയി ഞാൻ ജോയിൻ ചെയ്ത്. പക്ഷെ ആ ഒരു സമയത്താണ് ഇതിന്റെ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ, മാറ്റം കിട്ടുന്നുള്ളൂ. ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഞാൻ പേയ്മെന്റ് ക്ലാസ് ഓൺലൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ആ ഒരു സ്പോട്ടിൽ എനിക്ക് മാറ്റം കിട്ടും. പക്ഷെ എന്റെ ജീവിതത്തിൽ നിരന്തരം മാറ്റം കിട്ടണമെങ്കിൽ ഈ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്താൽ, ഈ ഒരു കോഴ്സിൽ നമ്മൾ ചേർന്നാൽ, എനിക്ക് എനിക്ക് 4-5 ബുക്കാണ് എന്റെ മേശപ്പുറത്ത് ഇപ്പൊ ഇരിക്കുന്നത്. ഒന്ന്, എനിക്ക് എന്റെ പ്രശ്നങ്ങൾ എഴുതുന്ന നോട്ട് ബുക്കിൽ ഒരു 6 പേജ് എഴുതിക്കഴിഞ്ഞു. അത്രയും വലിയ പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്യാൻ ഞാൻ എഴുതി വെച്ചു. എന്റെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പേജ് എനിക്ക് 3/4 ഭാഗം തീർന്നു. സാറുടെ ആ 30 ദിവസത്തെ പേജ് കഴിഞ്ഞതിന് ശേഷമുള്ളതാണത്. അതുപോലെ തന്നെയാണ് ഞാൻ എഴുതുന്നതാണ് എന്റെ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇങ്ങനെ ഒരുപാട് ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ സെപ്പറേറ്റ് ആണ് ഞാൻ എഴുതുക. ഒരു ദിവസം പോലും ഞാൻ ഇത് മുടക്കിയിട്ടില്ല. എന്റെ വാർഷികം കഴിഞ്ഞ് വന്നത് 10:30 മണിക്കാണ്. ആ 10:30 മണിക്ക് ഞാൻ എന്റെ നമസ്കാരം കഴിഞ്ഞ് ഇത് എഴുതിയിട്ടാണ് ഞാൻ പോയി കിടന്നുറങ്ങിയത്. അപ്പൊ അത്രത്തോളം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് ഇതിലേക്ക് മുന്നിട്ടിറങ്ങിയാൽ
നിങ്ങൾ മുടക്കുന്ന ഒരു പൈസ പോലും മിസ്സാവില്ല, ഉറപ്പാണ്. സമയമുണ്ട് ഇനിയും. ഈ ലെവലിലേക്ക് എത്താവർക്കും നമുക്ക് 3 ദിവസത്തെ ഹീലിംഗ് ഈ ഒരു ആഴ്ചയിൽ നമുക്ക് ഈ പ്ലാറ്റ്ഫോം തരുന്നുണ്ട്. ഞാൻ ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ചും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് സംഭവം. കാരണം ഇതില് പ്രവർത്തിക്കുന്ന എൻ്റെ ഓരോ പ്രിയപ്പെട്ട മക്കളും, അങ്ങനെ തന്നെ ഞാൻ പറയാം, എൻ്റെ മകളെ പോലെ പ്രായമുള്ളവർക്കൊക്കെ അവരുടെയൊക്കെ ഒരു സമീപനം, മെന്റേഴ്സ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സ്വന്തം എങ്ങനെയാണ് അവർക്ക് വർണ്ണിക്കേണ്ടത് എനിക്കറിയില്ല. ഏത് സമയത്ത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് കറക്റ്റായിട്ട് അതിന്റെ ഫീഡ്ബാക്ക് നമ്മളെ അറിയിച്ച് നമുക്ക് ഇവരുണ്ട്, ഒരു പേടിയും പേടിക്കാനില്ല. അത്രയും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന മെന്റേഴ്സ് എന്ന് പറയുന്നത്, ഞാൻ മക്കളെന്ന വീണ്ടും പറയുന്നത്, അവർ നമ്മോടൊപ്പം ഉണ്ട്. ഇത്രയും നമ്മളെ കൂട്ടിപ്പിടിക്കുന്ന, കാരണം നമ്മുടെ കുടുംബം പോലും, നമ്മുടെ കൂടപ്പിറപ്പുകൾ പോലും നമ്മൾ ഇത്രത്തോളം സ്നേഹിക്കുന്നില്ല. അപ്പൊ വിചാരിച്ച് നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ. എന്റെ സുഹൃത്തുക്കളെ, ഈ പൈസ എന്ന് പറഞ്ഞാൽ ഒരു സിറ്റിങ്ങിന് കൊടുക്കണ്ടേ 2000 3000 റുപ്യ. ഞാൻ എന്റെ മകൾക്ക് എത്രയോ സിറ്റിങ്ങിന് കൊടുത്ത ആളാണ് ഞാൻ. എത്രയോ സിറ്റിങ്ങിന് കൊടുത്തിട്ടുണ്ട് എന്റെ മകൾക്ക് വേണ്ടിയിട്ട്. ഇവർ ഇപ്പോഴും നമ്മളെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ഇതിലും വലിയ ഒരു അനുഭൂതി ദുനിയാവിൽ നമുക്ക് കിട്ടാനില്ല. നമ്മൾ എന്തായി പോയിരുന്നു, വഴി തെറ്റി എവിടെയോ പോവേണ്ട വ്യക്തിയായിരുന്നു. ഞാൻ എന്റെ മാഷോട് പറഞ്ഞിരുന്നു, അവനക്ക് ഒരു വൃദ്ധസദനം ഉണ്ട്, അവനെ കൊണ്ട് നടക്കുന്നതാണ്. ഞാൻ അവനോട് പറഞ്ഞിരുന്നു, "ദാ, ഒരു സീറ്റ് എനിക്ക് അവിടെ എഴുതി വെച്ചോട്ടെ, ഞാൻ ഇവിടുന്ന് റിട്ടയർമെന്റ് കഴിഞ്ഞാൽ ഞാൻ എന്റെ അടുത്ത് കണ്ട വരികയെന്ന് പറഞ്ഞ ആളാണ്. അവിടുന്ന് ഞാൻ മാറി. അതാണ് ഞാൻ അവളോട് പറഞ്ഞത്, ഞാൻ മാറി, ഇനിയും ഞാൻ മാറും ഇൻഷാ അള്ളാ. എനിക്കിപ്പോ 5 കൊല്ലത്തെ സർവീസ് ഉള്ളൂ എന്നുള്ള ഒരു പ്രയാസം എന്റെ മുന്നിലുള്ളൂ. ഇൻഷാ അള്ളാ ഇതിൽ പങ്കെടുക്കുന്നവരും, പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലിങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ ക്ലാസ്സുകൾ കേട്ട് കേട്ട് ഇങ്ങനെ കയറണോ മടക്കണോ എന്ന് ചിന്തിക്കുന്നവർ ഒന്നും പേടിക്കേണ്ടതില്ല. നിങ്ങളുടെ ഒരു നയ പൈസ എവിടെയും പോകൂല. ഇനി അഥവാ നിങ്ങൾക്ക് പോയിക്കണി ഞാൻ തരാം ആ പോയയുടെ പൈസ. അത്രയും ഗ്യാരണ്ടി ആയിട്ട് ഞങ്ങൾ പറയണം. നിങ്ങൾ പണിയെടുക്കണം, വിശ്വസിക്കണം, ചേർന്നോളൂ. അൽഹംദുലില്ലാ, നന്നായിട്ട് നമ്മുടെ ലൈഫ് നമുക്ക് തിരിച്ചു കിട്ടും. Very good. Thank you so much, ma'am, for sharing. And what is your next plan? ഇനി നമുക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ? അതായത് ഇപ്പം ഇനിയും ഇതിനു മുൻപുണ്ടായിരുന്ന ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത്, ഇപ്പൊ പറഞ്ഞതുപോലെ വൃദ്ധസദനത്തിലേക്ക് ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ടുള്ള, റിട്ടയർമെന്റ് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞതിൽ നിന്ന് മാറി പുതിയ പ്ലാനും പുതിയ കാര്യങ്ങളിലേക്കും ആണ് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? ആൻഡ് എന്താണ് അടുത്ത, ഇപ്പം ലൈഫ് പണ്ടുണ്ടായിരുന്ന ലൈഫ് ഉണ്ടല്ലേ, ഇതാണ് എൻ്റെ ജീവിതം, ഇങ്ങനെയാണ് എൻ്റെ ജീവിതം എന്ന് ചിന്തിച്ച് അവിടെ ഇങ്ങനെ സ്റ്റക്കായി കിടന്ന ലൈഫിൽ നിന്ന് തിരിച്ചു പിടിച്ചു, സ്വന്തത്തെ തിരിച്ചു കിട്ടി, പുതിയ ഗോളുകൾ എഴുതി വെച്ചു. സോ പുതിയൊരു ലൈഫ്, പുതിയൊരു കാഴ്ചപ്പാടിലൂടെ ഇനി നീങ്ങുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ, മാം പഠിച്ച കാര്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു എന്നതാണ്. തീർച്ചയായിട്ടും പലപ്പോഴും ഞാൻ ഈ ക്ലാസ്സുകളും സംഗതികളും ഒക്കെ എടുക്കുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ആദ്യം കൊടുക്കേണ്ടത് അമ്മമാർക്കും, അതെ അമ്മമാർക്ക് എന്നുള്ളതല്ല, ശരി, പാരൻസിനും അതേപോലെ തന്നെ അധ്യാപകർക്കുമാണെന്ന് പറയും. രണ്ടാമത്തെ വിഭാഗം അവർ പറയും അധ്യാപകർക്കാണ്. അധ്യാപകർ ഈ വിഷയങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇതിന്റെ കൂടെ പഠിപ്പിക്കുന്നതിന്റെ കൂടെ കുറച്ച് സമയം എല്ലാ സബ്ജക്ട്സിലും 40 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് എങ്കിൽ, ആ ക്ലാസ്സിൽ അതിലൊരു 10 മിനിറ്റോ 5 മിനിറ്റോ ലാസ്റ്റ് സെഷന്റെ ഭാഗമായിട്ട് ഈ ഒരു സംഗതി ഉൾപ്പെടുത്തണം എന്നുള്ളത് പ്രിൻസിപ്പൾ എന്നുള്ള നിലക്ക് മാം അവിടുത്തെ പ്രിൻസിപ്പളിനാണ് കൊടുക്കുക. എന്നിട്ട് അതിന് വേണ്ട ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടീച്ചേഴ്സിന് കൊടുക്കാം. എന്നിട്ട് സ്കൂളിലുള്ള എല്ലാ കുട്ടികൾക്കും എവറി ഡേ ഇതൊന്ന് കൊടുത്ത് ഒരു 90 ദിവസം ഇവരൊന്ന് നമ്മൾ നിരീക്ഷിച്ച് 90 ദിവസം നമുക്ക് ഇവർക്കൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ, കുഞ്ഞു കുട്ടികളാവുമ്പം ഉള്ള പ്രത്യേകത എന്താ വെച്ചാൽ, ഇവർക്കിത് ഭയങ്കര മാജിക് ആയിട്ട് ഫീൽ ചെയ്യും. ഇവരുടെ ബ്രെയിൻ അത്രയും കുഞ്ഞു ബ്രെയിൻ അല്ലേ. അപ്പോൾ ഒരു ബ്രെയിൻ ഇത് ഭയങ്കര മാജിക് ആയിട്ട് ഫീൽ ചെയ്യും. ചെറുപ്പകാലത്ത് നമ്മൾ ഈ സംഗതികൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും വലിയ ചേഞ്ച് ആയിരിക്കും. അവരിതിൽ മിറക്കിൾ അങ്ങ് അന്ധമായി വിശ്വസിക്കും. ആ മിറക്കിൾ അന്ധമായി വിശ്വസിച്ച് അവർക്ക് റിസൾട്ടും കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഫാമിലിയിൽ പാരൻസിന്റെ ബുദ്ധിമുട്ട് മൂലം പാരൻസ് ചിലപ്പോൾ വീട്ടിൽ വഴക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, സംഗതികൾക്കൊക്കെ ശരിക്കും വലിയൊരു സൊല്യൂഷനായിട്ട് ഇത് മാറും. കാരണം വീട്ടിൽ സന്തോഷമില്ലാത്തതിന്റെ പേരിൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുള്ള പ്രശ്നം ഉണ്ടാവും. സോ കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾ ഇത് ചെയ്യുകയും, പ്ലസ് അത് മാത്രമല്ല, കുട്ടികൾ ശരിക്കും ഇവരിത് ചെയ്യുകയും ചെയ്യുന്നത് കാണുമ്പോൾ മാതാപിതാക്കൾ ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും സ്വാഭാവികമായിട്ടും അവർക്കും ഇതൊരു വലിയൊരു പ്രചോദനമായിട്ട് മാറും. തീർച്ചയായിട്ടും മാമിന് ചെയ്യാൻ സാധിക്കട്ടെ. സോ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇങ്ങനെയൊക്കെ ഇത്രയും റിസൾട്ട് ഉണ്ടായി,
പുതിയൊരാളായിട്ട് മാറി, പുതിയൊരു ചേഞ്ചിലേക്ക് വന്നു. വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? എന്താണ് ലൈഫിനെ ഇപ്പൊ എങ്ങനെ കാണുന്നു? പുതിയ പ്ലാൻ എങ്ങനെയാണ്? ലൈഫ് ഇപ്പൊ ഇനി നമുക്ക് ഇരുന്ന് പോകണം, ഉംറക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് മൂപ്പര്. അപ്പോൾ ഹസ്ബൻഡും മക്കളും എത്തിച്ച് ഒരു ഉംറ പോകണം. പിന്നെ എനിക്ക് ചെറിയ ചെറിയ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോ സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ സാമ്പത്തികത്തിന്റെ ഒരു പ്രശ്നം ആലോചിക്കണം. നമുക്ക് ചെറിയ ചെറിയ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബിസിനസിന്റെ കാര്യങ്ങൾ ഇവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ എങ്ങോട്ടാന്നുള്ളത് മകളുമായിട്ടൊന്ന് സംസാരിക്കണം. പിന്നെ മകളെ സ്കൂളിൽ കയറ്റണം. ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യമുണ്ട്. മോന് SSC പഠിക്കുകയാണ്. അവന്റെ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി. പിന്നെ അവനവന്റെ കാര്യമായി. അതുകൊണ്ട് വലിയ പ്രയാസമില്ലാതെ ജീവിതം മുന്നോട്ട് പോകും. പിന്നെ സ്കൂളിന്റെ ഡെവലപ്മെന്റ് പറഞ്ഞാൽ ഇപ്പോൾ അഡ്മിഷൻ കൂടി എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം എല്ലാ ദിവസവും 10 കുട്ടികൾ വീതമാണ് സ്കൂളിലേക്ക് അഡ്മിഷൻ ചോദിച്ചു വരുന്നത്. അത്രമാത്രമുള്ള റൂം ഇല്ലാത്തത് കൊണ്ട് അഡ്മിഷൻ പ്രോസസ്സ് ഈ ഫെബ്രുവരി ആയപ്പോഴേക്കും നിർത്തേണ്ട ഗതിയിലേക്ക് ഇത് വരികയാണ്. ഇത്തരത്തിലാണ് സ്കൂളിന്റെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. സ്കൂളിൽ ഞാൻ ഈ തരത്തില് ഇന്നലെ LSS കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുന്ന ദിവസമായിരുന്നു. അവരെ ഞാൻ 10-16 ആളുകളെ വിളിച്ച് ഈ തെറാപ്പി കുറെ സമയം ബ്രീത്ത് എടുപ്പിച്ച് തെറാപ്പി കൊടുത്തതിന് ശേഷം അവരെ ഞാൻ ഒരു വർക്ക് കൊടുത്തു. ടീച്ചറൊക്കെ പുറത്താക്കിയതിന് ശേഷം ഞാൻ ചെയ്തത്. ആ വർക്ക് കൊടുത്തു, അവർക്ക് സമയം കൊടുത്തു, അവരോട് കൂടെ ഞാൻ ഇരുന്നു. എന്നിട്ട് ഞാൻ ആ വർക്ക് അവർ ചെയ്ത് കാണിച്ചു തരാൻ പറഞ്ഞപ്പോ 13 ആളിൽ 12 പേർക്കും കൃത്യമായിട്ട് ഒരു അവയർനെസ് കിട്ടിയതുപോലെയാണ് അവർക്ക് ഫീൽ ചെയ്തതെന്നാണ് കുട്ടികൾ പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഇതിനെക്കുറിച്ചൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ഇൻഷാ അള്ളാ ഞാൻ പാരന്റ്സുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഇതിനൊരു അവസരം ഞാൻ ഉണ്ടാക്കി തരും. കാരണം എന്റെ കുട്ടികളൊക്കെ മാറണം. എല്ലാ മക്കളും ഇപ്പോഴത്തെ ഈ കോവിഡ് കാലാനന്തര ശേഷം കുട്ടികളെല്ലാവരും വ്യത്യസ്തങ്ങളാണ്. നമ്മൾക്ക് കയ്യിൽ കിട്ടാവുന്ന തരത്തിലല്ല, പാരന്റ്സിന് കയ്യിൽ കിട്ടുന്നില്ല. അത്തരത്തിലുള്ള ഇമോഷണൽ ആയിട്ട് കുഞ്ഞു പ്രായത്തിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നൂതനമല്ല ഇത്, പഴയ ചികിത്സാ രീതിയാണ്. പക്ഷെ ഇന്ന് ഇതിന് പ്രസക്തിയായി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മക്കളിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കണം പോകുന്നതിന്റെ ഇടയ്ക്ക് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ നിങ്ങളുടെയും ഒരു സഹായ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഞാനത് മുൻകൈ എടുത്ത് ഈ ചെയ്തതുപോലെ തന്നെ, ഒന്നും പണിയെടുത്തിട്ടൊന്നും ഇല്ലല്ലോ, കാര്യമായിട്ടൊരു പണിയൊന്നും എടുത്തിട്ടില്ല. പക്ഷെ എന്തൊക്കെയോ എന്റെ അടുത്തേക്ക് വന്നതാണ്. അതുപോലെ ചെറിയൊരു പണി എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കും ഇൻഷാ അള്ളാ. റൈറ്റ്, വെരി ഗുഡ്. അതാണ് അതിലൊരു മിറക്കിൾ. നമ്മൾക്ക് എന്ന് വെച്ചാൽ പലതും എഫേർട്ട്ലെസ് ആയിട്ട് മാറുന്നുള്ളതാണ്. അതായത് നമുക്ക് ഒരുപാട് അധ്വാനിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു റിയാലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ഒരു പ്രൊജക്ട് ചെയ്യണമെങ്കിൽ കുറെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പണിയെടുക്കേണ്ടി വരും, ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും. ഡെഫിനറ്റ്ലി നമ്മൾ നമ്മുടെ പാർട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ ഒരിക്കലും അതൊരു ഭയങ്കര ഒരു എഫേർട്ടായിട്ട് തോന്നില്ല. നമുക്ക് വേണ്ട അതിന് വേണ്ട സാഹചര്യങ്ങളിലേക്ക് വേണ്ട കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് ഒത്തുവരും, കറക്റ്റ് ആയിട്ട് വരും. എല്ലാം ഒരു എളുപ്പമായി മാറും. ആ എളുപ്പത്തിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതിന് സാധിക്കട്ടെ. എനിവേ, ഇനി ഓഡിയൻസിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മാമുമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസും ചോദിക്കാം. മാം എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തത്, ഏതൊക്കെയാണ് മെത്തേഡ്സ് ഉപയോഗിച്ചത്, എന്തൊക്കെ മാറ്റങ്ങളാണുള്ളത്? മാമിന്റെ ഇന്നത്തെ ഒരു സെഷന് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് അടക്കം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം. ഓഡിയൻസിലേക്ക് എന്ത് ചെയ്യാണ്, ഞാൻ അവസരം നൽകുകയാണ്. എനിക്ക് ചെറുതായിട്ട് എന്താ പറയുക, പറഞ്ഞ പോലെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ടാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ചാലഞ്ചസിലൂടെ എനിക്കൊരു അത്രയും എനർജി പുറത്തെടുക്കാൻ കഴിയാത്തത്. ബട്ട് ഇന്ന് മാം ആണെന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷം. പിന്നെ ഒന്നും നോക്കിയില്ല. ഇന്ന് എന്തായാലും ഇറങ്ങി തിരിച്ചിട്ട് ഈ ഒരു സ്റ്റോറി മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കണം. കാരണം മാമിനെ പോലുള്ള ആൾക്കാർ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതൊക്കെ പഠിച്ച് തിരിച്ചറിഞ്ഞിട്ട് ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. താങ്ക് യു. സോ താങ്ക് യു വൺസ് അഗൈൻ മാം ഫോർ ജോയിനിങ്. ആൻഡ് ഇനി ഓഡിയൻസിലേക്കാണ് ഇനിയുള്ള അവസരം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓഡിയൻസിന് അൺമ്യൂട്ട് ചെയ്യാനുള്ള അവസരം ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് അൺമ്യൂട്ട് യുവർ സെൽഫ് ആൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാം, ടെക്സ്റ്റ് രൂപത്തിൽ ചോദിക്കാം. ഹലോ എന്താണ് ഹലോ ചോദിച്ചോളൂ. ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. ടീച്ചർ മാം. ഹലോ കേൾക്കുന്നില്ല? ഹലോ പറഞ്ഞോളൂ. ഹലോ കേൾക്കണ്ടല്ലോ. അയ്യൂബാണ്. മനസ്സിലായി. സൗണ്ട് കേട്ടപ്പോ മനസ്സിലായല്ലോ. എന്റെ റോൾ മോഡൽ ആക്കിയിട്ട് ഞാൻ വിളിച്ചിരിക്കുന്ന ടീച്ചറാണ്.
ടീച്ചർ എന്തെന്ന് കാരണം എന്ന് വെച്ചാല് ടീച്ചർ ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നതും അതേ റൂട്ടിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മെഡിറ്റേഷൻ ആയാലും ഫോർഗിവ്നെസ് ആയാലും സെൽഫ് ലവ് ആയാലും എല്ലാം ഇതിലൊക്കെ അതേ രീതിയിൽ തന്നെയാണ് എനിക്കും റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ടീച്ചർ പറഞ്ഞ മാതിരിക്ക് രണ്ട് വേർഡുകൾ കറക്റ്റ് ഷാഫി സാറെ എഴുതുന്നാണ്ട് വിങ്ങി വെച്ചിട്ടുണ്ട്. അത് ഒന്നതാണ്, ഇത് എങ്ങനെ നടക്കുക എന്ന് എനിക്കറിയില്ല, അത് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാൻ പ്രപഞ്ച ശക്തിയിലും ദൈവത്തിലും വിശ്വസിക്കുന്നു, ഇറ്റ്സ് ഓക്കെ. ഇതാണ് പറഞ്ഞാൽ നടക്കാത്ത ഒന്നുമില്ല. അത് അങ്ങനെയാണ്. പിന്നെ ടീച്ചർ അങ്ങനെ നോക്കുമ്പോ പൈസ ഉണ്ട് ടീച്ചറായിട്ട്. അപ്പൊ പൈസ ഉള്ളവർക്ക് സമാധാനം ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ ഒന്ന് വിദ്യാഭ്യാസം ഉണ്ട്, വിദ്യാഭ്യാസം മാത്രമുള്ളവർക്ക് സമാധാനം ഉണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതാണ് എനിക്ക് ഒരുപാട് ഇനി ഞാൻ ഇതിൽ എന്ത് വിഷയം വരുമ്പോഴും മാമിനെയാണ് ഞാൻ ആലോചിക്കുക. അതേമാതിരി സമയം, അപ്പൊ എനിക്കൊക്കെ ഇത് ചെയ്യാൻ ചിലപ്പോൾ സമയം ഇല്ല എന്നുള്ളത്, ഇപ്പൊ ഒന്നും സമയം ഉണ്ടാവില്ല. ഇതിൽ ഒരുപാട് EFT ചെയ്തവരുണ്ടാവും, അവർക്കും തോന്നുന്നുണ്ടാവും സമയത്തിന്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഇത്രത്തോളം ഈ ഹെഡ് ടീച്ചറായി ഇരിക്കുന്ന ടീച്ചറെ ഇതിൽ നോക്കുമ്പോ ഗ്രൂപ്പ് കാണാൻ എല്ലാത്തിനും ടിക്ക് ഇട്ടിട്ടുണ്ടാവും. മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടാവും, ഗ്രാറ്റിറ്റ്യൂഡ്, സെൽഫ് ലവ്, അതർ സെൽഫ് ലവ് എല്ലാത്തിനും ഓക്കെയാണ്. പക്ഷെ ഈ ടീച്ചർക്ക്, ഒരു ഹെഡ് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് സ്കൂളിൽ എത്തണം, ലാസ്റ്റ് സ്കൂളിൽ പോരാൻ പറ്റുള്ളൂ. ഈ ഹെഡ് ടീച്ചർക്ക് സമയം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സമയം ഉണ്ടാവില്ല? ഇതിൽ നിന്നൊക്കെ ഞാൻ ഇപ്പോഴും ടീച്ചർ അറിഞ്ഞില്ലെങ്കിലും ചെങ്കോട്ടി ടു കാലിക്കറ്റ്, കാലിക്കറ്റ് ടു ചെങ്കോട്ടി മാത്രമല്ല ഞാൻ ടീച്ചറെ പിന്തുടർന്നിട്ടുള്ളത്. ഈ EFTക്ക് ശേഷം എന്നും റോൾ മോഡലായിട്ട് എന്നും കാണുന്ന ടീച്ചറാണ്. താങ്ക് യു. രാവിലെ തന്നെ നല്ലൊരു മോട്ടിവേഷൻ തന്നതിന്. All right. Thank you so much for sharing. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മാമിനോട് ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ ഒന്നും കൂടെ ഫീഡ്ബാക്ക് കൂടെ പറയാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. കാരണം മാമിനടുത്ത് മാം പ്രാക്ടീസ് ചെയ്ത ഒരാളാണ്, റിസൾട്ട് ക്രിയേറ്റ് ചെയ്ത ഒരാളാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എനിബഡി? മാമിന്റെ നമ്പർ കിട്ടോ? മാമിന്റെ നമ്പറും തന്നെ അതിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാൻ ഇതിലേക്ക് പ്രവേശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളെ തന്നെയാണ്. ഇത്രയും ഒരുപാട് കാലം ഇങ്ങനെ ഓരോരുത്തർ ഷെയറിങ് കേട്ടു, പക്ഷെ വല്ലാതെ മാമിന്റെ ഷെയറിങ് കേട്ടപ്പോൾ മനസ്സിന് വല്ലാതെ ഇതായി. അപ്പൊ ഒന്ന് സംസാരിക്കണം എന്നുണ്ട്. അപ്പൊ മാമിന്റെ നമ്പർ തരുന്നതിന് പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല. ഇത് നമ്പർ ഉണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. എനിക്കിപ്പോ ഞാനൊരു 10-20,000 കുട്ടികളെ പഠിപ്പിച്ചതുകൊണ്ട് അവരടുത്തൊക്കെ നമ്പർ ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ പ്രശ്നമൊന്നുമില്ല. എനിക്കറിയില്ലല്ലോ. നമ്പർ ഗ്രൂപ്പിൽ ഞാനുണ്ട്, സുബീദ MP. ഞാനിവിടെ നമ്പർ എഴുതി തരാം. എന്റെ നമ്പർ എഴുതിയെടുത്തു. പ്രയാസമില്ല, നമ്പർ എഴുതി തരാം. ഓക്കെ. All right. താങ്ക് യു. മാമിന്റെ നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട്, 9744429525. ഇതാണ് നമ്പർ. ഓക്കെ. അപ്പം കമർജാനും ഫാന്റാസ്റ്റിക് സെഷൻ. ഓക്കെ, വെരി ഗുഡ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ ആരൊക്കെയോ അൺമ്യൂട്ട് ചെയ്തിരുന്നു, ചോദിച്ചോളൂ. വേറെ ആർക്കും അൺമ്യൂട്ട് ചെയ്യണ്ടോ? ഇവിടെ വേറൊരു സുബൈദ മാം അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ പറഞ്ഞോളൂ. ഒന്നും കൂടെ പറയാമോ? നമ്പർ ഒന്നുകൂടി പറയാമോ? നമ്പർ ഒന്നും കൂടെ കാണിക്കാമോ? നമ്പർ ചാറ്റിൽ കൊടുത്തിട്ടുണ്ട്, താഴെയുണ്ട്. ചാറ്റ് ഓപ്ഷനിൽ കാണാം. 9744429525 കേട്ടോ. 9744, അതായത് 97 44 42 95 25. ഇതാണ് നമ്പർ കേട്ടോ. ശരി, ഓക്കെ. ഇനി ആർക്കാനുള്ളത് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ജമീലയാണിത്, നമ്മുടെ കോഴിക്കോട് വെച്ച് പറഞ്ഞോളൂ. എനിക്കൊരു മോട്ടിവേഷൻ ഇടക്കിടക്ക് തരണേ. ഓ, എപ്പോഴും തരല്ലോ. ഞാൻ എന്റെ ഗ്രൂപ്പില്, എന്റെ ഒരു B5 പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഞാൻ ഇടക്കിടക്ക് പറയും. ഒന്ന് രണ്ട് പേര് റിപ്ലൈ തരും, ബാക്കിയുള്ളവരൊന്നും മിണ്ടൂല. അത് ഞങ്ങളെ ഗ്രൂപ്പാണ്, B5 ഗ്രൂപ്പാണ്. നിങ്ങൾ ഇടക്ക് മെസ്സേജ് അയച്ചോളൂ, ഞാൻ തരല്ലോ. ഏത് മെസ്സേജ് ആര് വിളിച്ചാലും ഞാൻ എടുക്കാറില്ലാതിരിക്കലില്ല. പിന്നെ ആനന്ദ് സാറ് വിളിച്ചിരുന്നു, ഫൈസൽ സാർ വിളിക്കാറുണ്ട്, ആരിഫ് വിളിച്ചിരുന്നു.
അവർക്ക് വിളിക്കുമ്പോ അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ മടിച്ചു നിൽക്കരുത്. നമുക്ക് ആർക്കും 24 മണിക്കൂറല്ലാതെ 48 മണിക്കൂർ നമുക്ക് കിട്ടില്ല. നമ്മൾ രാവിലെ നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ട് അല്ലെ? ടൈം നമ്മളെല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. ആ ടൈമിൽ തീർക്കണമെങ്കിൽ നമ്മൾ ഉറക്കം ശരിയാക്കി വെക്കുക. ഞാൻ ഒരിക്കലും 11:30 ആവാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. 4:30 മണിക്ക് ഞാൻ ഉണരുന്നുണ്ട്. 11:30 ആവാതെ, കാരണം ഞാൻ വന്നതിന്റെ ശേഷമാണ് എന്റെ വർക്കുകൾ മുഴുവൻ ചെയ്യുന്നത്. അത് ചെയ്തിട്ട് വേണം എനിക്ക് എന്റെ EFTയുടെ വർക്ക് ചെയ്യണമെങ്കിൽ. അപ്പോഴേക്കും ഞാൻ ടയേർഡായി പോവുകയാണ്. പിന്നെ പ്രായം കുറച്ചൊക്കെ ആയില്ലേ, പ്രായം ഒന്നൊരു പ്രശ്നമല്ല എന്നുള്ള തരത്തിലേക്ക് ഇപ്പൊ ഞാൻ മാറിയിട്ടുണ്ട്. കാരണം ഈ EFTയിൽ വന്നതിന് ശേഷമാണ് ഈ വേഷം ഞാൻ ധരിക്കാൻ തുടങ്ങിയതെന്ന് അറിഞ്ഞാൽ വിശ്വസിക്കുമോ നിങ്ങൾ ആരെങ്കിലും? അതാണ്, അവിടുന്നാണ് എന്റെ മൈൻഡിനെ ഞാൻ സെറ്റ് ചെയ്ത് തുടങ്ങി. ഈ വേഷം മാറി. മക്കള് പറഞ്ഞു, ഉമ്മ ഇപ്പൊ ചെറിയ പെണ്ണായിരിക്കുന്നു. അപ്പൊ കുട്ടികൾ വരെ പറയല് തുടങ്ങി, രക്ഷിതാക്കൾ പറയല് തുടങ്ങി, റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ പറയല് തുടങ്ങി. ഇപ്പൊ എനിക്ക് വേഷത്ത് സ്കൂളിൽ പോകാൻ പേടിയാണ്. കാരണം ആരെങ്കിലും എനിക്ക് ഇങ്ങനെ പറയുമ്പോ എന്റെ മനസ്സിലൊരു നെഗറ്റീവ് വരുന്നു തുടങ്ങി. അപ്പൊ ഞാൻ സ്കൂൾക്ക് ഈ വേഷമിട്ട് പോകില്ല, മറ്റുള്ളിടത്തൊക്കെ ഈ വേഷമിട്ട് പോകും. ഞാൻ ടീച്ചർ എന്താ ചെറുതായോ, 10 വയസ്സ് കുറഞ്ഞോ, 15 വയസ്സ് കുറഞ്ഞോ, ഇങ്ങനെ ചോദ്യം വന്നപ്പോ എനിക്ക് വേറൊരു തരത്തിൽ എന്റെ മൈൻഡിലേക്ക് പോയപ്പോ ഞാൻ അത് റിമൂവ് ചെയ്യാൻ തീരുമാനിച്ചു, സ്കൂളിലേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, നിങ്ങളെല്ലാവരും നന്നായിട്ട് ചെയ്യുന്ന വർക്കിൽ കോൺസെൻട്രേഷൻ കൊടുത്ത്. ഇന്നലെ സാറിന്റെ ക്ലാസ് ആരും കേട്ടിരുന്നു ഇന്നലെ? ജമീല താത്ത തന്നെയാണ് ചോദിച്ച ചോദ്യം തോന്നുന്നു അല്ലെ? ഞാന് ഇത് എഴുതാൻ പറ്റുമോന്ന്. എന്തെങ്കിലും ഒരു പണി എടുക്കുന്ന സമയത്ത് ഒരിക്കലും എഴുതി പോവരുത്. നമ്മള് എന്താണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത്, അത് എഴുതുമ്പോൾ നമ്മളെ കണ്ണിന്ന് വെള്ളം വരണം. നമ്മൾ എന്താണോ അഫർമേഷൻ എഴുതുന്നത് അത് കിട്ടണം. അത് കിട്ടി അങ്ങനെ മനസ്സിൽ ഇങ്ങോട്ട് കൊടുത്തിട്ട് അത് എഴുതി നോക്കും. അങ്ങനെ അങ്ങോട്ട് ചെയ്തു നോക്കും. ഞാൻ ചെയ്യാറുള്ളത്, ആദ്യം ചെയ്യുന്ന പ്രവൃത്തി രാവിലെ എഴുന്നേറ്റ ഉടനെ തഹജ്ജുദ് നമസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം ചെയ്യുന്നത് സെൽഫ് ലവ് ആണ്. കാരണം എന്നോട് ഹജറമാൻ പറഞ്ഞത്, നിങ്ങൾക്ക് സെൽഫ് ലവ് കുറവാണ്, നിങ്ങൾ കുറെ കാലം നിങ്ങളെ വെറുപ്പതാണ്, നിങ്ങൾ കൂടുതൽ സെൽഫ് ലവ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ സെൽഫ് ലവ് ആണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ്, എന്നിട്ടാണ് സെൽഫ് ഓർഗനൈസിലേക്ക് ഞാൻ പോയിട്ടുള്ളത്. അത് രാവിലെയും ചെയ്യും, വൈകിട്ടും ചെയ്യും. ഈ 2 പ്രാക്ടീസ് 2 നേരം ചെയ്യും. പരമാവധി ഞാൻ 2 നേരം ചെയ്യും. ഒരു ഫോർഗീവ്നെസ്സും ചെയ്യും. മിറർ നോക്കിയിട്ടാണല്ലേ പറഞ്ഞോളൂ. ചെയ്ത്? സെൽഫ് മിറർ നോക്കിയിട്ടും ചെയ്യും, സ്വന്തമായിട്ടും ചെയ്യും. മിറർ അതിന്റെ നോക്കിയിട്ടും ചെയ്യാറ്. വേർഡ്സ് എന്താ ഏതിലെ സെൽഫ് ലെവല് കൊടുത്ത? സെൽഫ് ലെവല് കൊടുക്കുന്ന വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്റെ ഒരു വേറൊരു മൊബൈലിൽ ഞാൻ സെൽഫ് ലവ്, സെൽഫ് ഓർഗനൈസ്, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, ഇതിനൊക്കെ ഞാൻ വേർഡ്സുകൾ ഞാൻ ഇവരിൽ നിന്ന് കേട്ടിട്ടുണ്ടല്ലോ. നമുക്ക് കുറെ ക്ലാസ്സുകൾ ഉണ്ടല്ലോ, 10 ക്ലാസ് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന കുറെ വേർഡ്സുകൾ ഞാൻ എഴുതിയെടുത്തിരുന്നു. അത് എന്റെ ഭാവനയിൽ ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് വേർഡ്സ് ആക്കി വെച്ചു. അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പോയിട്ടുകൊണ്ടേയിരിക്കും. ഫസ്റ്റ് ബാച്ചിലുള്ള ഞാൻ ഫസ്റ്റ് ബാച്ചിൽ അപ്പൊ അതെന്താ വെച്ചാൽ നമുക്ക് ക്ലാസ് കുറെ വേർഡ്സുകൾ ഉണ്ട്. നിങ്ങളുടെ പേഴ്സണലായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ അത് വിട്ടുതരാം. നമ്പർ ഞാൻ നോട്ട് ചെയ്യില്ല. 974444 അല്ല, പിന്നെ 29 95929 അല്ല 9525. 9525 അല്ല. ഞാൻ എഴുതി എന്റെ കയ്യിലില്ല, അത് ആ റൂമിലാക്കാം. ഇപ്പൊ അതാണ് ഒരു നമ്പർ വിട്ടിട്ടുണ്ട്. ഞാൻ വിട്ടുതരാം. ഞാൻ അതിന്റെ വേർഡ്സുകൾ വിട്ടുതരാം. നമുക്ക് ഒരുപാട് നമ്മൾ ഒന്നും വേണമെന്നൊന്നില്ല. നമ്മൾ ഫീൽ ചെയ്യണം. നമുക്ക് ഉണ്ടാവാത്ത ഒരു അവസ്ഥ അതാണ്, ഫീലിംഗ് ഇല്ല. നമ്മൾ ഉള്ളിലേക്ക് ഫീല് വരണം. ആ ഒരു സങ്കടമാണെങ്കിൽ സങ്കടം വരണം. നമുക്ക് എന്താണ് ആ പ്രശ്നത്തിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളത് നന്നായിട്ട് ടാപ്പിങ്ങിൽ ഒരു മണിക്കൂർ ലേറ്റ് പറഞ്ഞപ്പോ പെട്ടെന്ന് ടാപ്പ് ചെയ്യുമ്പോ തന്നെ ഒരു 1/4 മണിക്കൂറിനെ കൊണ്ട് ട്രെയിൻ വന്നൊക്കെ അനുഭവം ഉണ്ട്. ഉണ്ടാവും. നമ്മൾ അത് വിശ്വസിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതാണ്, വിശ്വസിക്കണം, പണിയെടുക്കണം.
വിശ്വാസം ഇല്ലാതെ പണിയെടുത്താൽ വെറുതെയാണ്, ടൈം പോകും. അനുഭവമാണ്. ഇന്നലെ വരെ ഉണ്ടായത് ടാപ്പിങ്ങിന് പവർ ഉണ്ട്, നല്ല പവറുള്ള ടൂളാണ് ടാപ്പിംഗ്. ഒരു മെഡിസിനേക്കാളും പവർ ഉണ്ട്. ടാപ്പിംഗ് നല്ല നമ്മളെ വിശ്വസിക്കണം. വിശ്വാസമില്ല ടാപ്പിങ്ങിൽ പല അവസ്ഥയിലും ടാപ്പിങ്ങിലെ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ്. പക്ഷെ ഇത് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ, നമ്മളിത് നിർത്തി പോകാൻ പാടില്ലേ. കണ്ടിന്യൂ ചെയ്യാൻ ടൂളാണ് ഇത്, ആജീവനാന്തുള്ള ടൂളാണ്. നമ്മളിപ്പോ 2 ദിവസം എടുത്ത് 3-ാം ദിവസം നമ്മൾക്ക് മടി വന്നാൽ പഴയ രീതിയിലേക്ക് നമ്മൾ പോകും. നമ്മളൊരു ടൂർ ആണെങ്കിൽ ആ ബസ്സിൽ ഇരുന്നിട്ട്, ഞാൻ ബസ്സിൽ ഇരുന്നൊക്കെയാണ് ഞാൻ എൻ്റെ ഈ കാര്യങ്ങൾ ചെയ്ത്. 5 മണിക്ക് സ്കൂളിൽ എത്തണം എന്നുണ്ടെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇവിടുന്ന് അവിടം വരെ പോകുന്ന വാഹനത്തിൽ ഇരുന്ന് ചെയ്യും, ബാക്കി ഞാൻ ബസ്സിൽ ഇരുന്നിട്ടും ചെയ്യും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുട്ടികളെ റിലാക്സ് ആയിട്ട് വിടുന്ന നേരത്തെ ഞാൻ എൻ്റെ ടാപ്പ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ഹെഡ്സെറ്റ് വെച്ചിട്ട്. അതിന് നമുക്ക് എന്ത് വേണം? സമയം കണ്ടെത്തണം. നമ്മളെ മനസ്സിലേക്ക് വില്ലിങ് ആണ്. ഇപ്പൊ എന്റെ മനസ്സിൽ വെറും EFT ഉള്ളൂ. എന്തായാലും 4 മണിക്ക് എണീക്കാറുണ്ട്. ഞാൻ പറഞ്ഞാൽ ഉറങ്ങിയാലും 4 മണിക്ക് ഉണരും. കാരണം നമ്മളെ മൈൻഡ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. കാരണം ഈ ഇതൊക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് വേറെ സമയമില്ല. കാരണം മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവരുടെ വർക്ക് ഒരു 2 മണിയോട് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ അവർ കുട്ടികൾ വരുന്നത് വരെ ഇഷ്ടം പോലെ ടൈം ഉണ്ട് ഇതിനൊക്കെ. നമ്മളെ സംബന്ധിച്ച് ഞാൻ ഒരു ടാപ്പിങ്ങിൽ ഇരുന്ന സമയമില്ല. സ്കൂളിൽ ഞാൻ പള്ളിയിൽ പോയിരുന്നിട്ടാണ് ചിലപ്പോൾ ടാപ്പ് ചെയ്യാറുള്ളത്. ചിലത് ഇവിടുന്ന് തീർന്നില്ലെങ്കിൽ ഞാൻ പള്ളിയിൽ പോയിട്ട് ചെയ്യും. അത് ചെയ്തിട്ട് ഞാൻ ഓഫീസിൽ വന്ന് ഇരിക്കുള്ളൂ. അപ്പോൾ എനിക്ക് എന്റെ പ്രവർത്തനങ്ങളിൽ ഒരു ഹാപ്പിനെസ് മൂഡ് കിട്ടുള്ളൂ. സുബൈദ മാമിനോട് ഒരു കാര്യം ചോദിക്കാം. ഗുഡ് മോർണിംഗ്. അത് നമ്മള് പിന്നെ അപ്പൊ വിശ്വാസം നമ്മൾ പ്രാർത്ഥനയില് അതിനൊരു ഇത് വരുന്നുണ്ടാ? നിസ്കാരത്തിലാ അടച്ചനെ, അത് വേറെ കഥ. നിസ്കരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ 2 സൂചി കൊണ്ടുകൂടി കാലിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ കുത്തി പൊക്കലായിരുന്നു എനിക്ക്. നിർത്തിക്കോ എന്ന് പറയും നിസ്കാരം. ഇപ്പൊ എനിക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്. ഞാൻ എത്ര വട്ടം ഫാത്തിഹ സൂറത്ത് ഓതിയെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെയായിരുന്നു എന്റെ നിസ്കാരം. എത്രയോ നമസ്കാരം ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. കാരണം എത്ര റക്അത്ത് നിസ്കരിച്ചെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പൊ അതിൽ വളരെ കൃത്യത, ആ സമയം ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് നിസ്കാരത്തിന് ഓടും. അവിടെ നിസ്കാരത്തിൽ നല്ല കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്. ആദ്യമൊക്കെ എനിക്ക് മെഡിറ്റേഷൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയായിരുന്നു, എന്റെ ആയിഷ മാമിനോട് പറയും, മാമൻ ചൊറിഞ്ഞിട്ട് നിൽക്കാൻ വയ്യ, എങ്ങനെ മെഡിറ്റേഷൻ എന്ന് തീർന്നിട്ടാ മതിയായിരുന്നു. എത്രയോ ദിവസങ്ങളോളം. ഇപ്പോ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയില്ല. ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ എവിടേക്കോ പോയി എന്തൊക്കെയോ നേടി, എന്തൊക്കെയോ കുറെ വാരിക്കൂട്ടി കണ്ണിങ്ങനെ തുറക്കുമ്പോ അൽഹംദുലില്ലാ. അതാണ് ഇപ്പത്തെ മെഡിറ്റേഷൻ. മാറും നമ്മള്, സമയം പിടിക്കും. നമ്മള് അതിലേക്ക് നമ്മുടെ മൈൻഡിനെ കുറിച്ച് എന്ത് സാധ്യത. ഇന്നത്തെ സെഷൻ സൂപ്പർ ആയിരുന്നു. ഞാനും മാമിന്റെ കൂടെ തന്നെ ചെയ്തെങ്കിലും മാമിന്റെ അത്ര റിസൾട്ട് എനിക്ക് വന്നിട്ടില്ല. എന്നാലും എനിക്ക് ഒരുപാട് ട്രോമകൾ ഇപ്പോഴും ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും മാമിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയോ കുറച്ചുകൂടെ കിട്ടിയതായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇനിയും കുറച്ചുകൂടെ മനസ്സിലാക്കാനുള്ളത് പോലെ തോന്നി. എനിവേ മാമിന്റെ ഇന്നത്തെ സെഷൻ സൂപ്പർ ആയിരുന്നു. വളരെ നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്തു. ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. ഇവിടെ ചില ആൾക്കാർ എന്താ വെച്ചാല് ഷെയർ ചെയ്യുന്നുണ്ട് കമന്റ് സെക്ഷനിൽ. നമ്മുടെ സുബൈന പറയുന്നുണ്ട്, ടീച്ചർ 1-ാം ക്ലാസ്സിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ പഴയ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് ഇപ്പം, ഏകദേശം അത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ളവരാണ്. അപ്പോ അറിയോ? സുബൈന സംസാരിക്കൂ. ഓക്കെ. ഞാന് മാമിന് എന്നെ ഓർമ്മ ഉണ്ടാവുന്ന അറിയില്ല. 1-ാം ക്ലാസ്സിൽ മാമിന് എടുത്തിട്ടുണ്ട് എനിക്ക് കാര്യമായിട്ട് വയ്യാതായ സമയത്ത്. ഇപ്പൊ ഞാൻ മാമിന്റെ സെക്ഷൻ കംപ്ലീറ്റ് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്റെ ഉമ്മ ഫോൺ വിളിച്ച് എന്റെ അടുത്ത് പറയണെന്ന്, സുബൈദ ടീച്ചറാണ് ഇന്നത്തെ ക്ലാസ് എടുക്കണത്, ഈ ക്ലാസ്സിൽ കയറിയിട്ടില്ലേന്ന്. അപ്പോഴാണ് ഞാൻ വേഗം ഇത് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പൊ മാം പറഞ്ഞ ആ കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ ലാസ്റ്റിലായിട്ടേ ഞാൻ കേട്ടിട്ടുള്ളൂ.
ഇത് കണ്ടപ്പോ ഞാൻ ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. അപ്പൊ അവിടുന്ന് അവരുടെ അടുത്തൊക്കെ പറയാം, അതിന്റെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറാണ്, എന്നെ എടുത്തിട്ടൊക്കെ ഉണ്ട് വരുന്നത്. പക്ഷെ അന്ന് ഞാൻ പറയാം നല്ല അടിക്കണ ഒരു മിസ്സായിരുന്നു. അപ്പൊ നമുക്ക് ഭയങ്കര പേടിയുള്ള ഒരു ടൈപ്പ് ഒരാളായിരുന്നു. കുറെ വലുതായപ്പോഴാണ് പിന്നെ നമുക്ക് നമ്മൾ എന്തിനായിരുന്നു അന്ന് ചെയ്തത് അങ്ങനെ ആക്കിയതെന്നുള്ളതൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ശരിക്കും എനിക്ക് ജലദോഷം പിടിച്ചിട്ട് കുറച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതില് മെസ്സേജ് ആയിട്ട് അയച്ചത്. ഓക്കെ, താങ്ക് യു മോളെ. താങ്ക് യു സുബേ. നമസ്കാരം. അന്നത്തെ കാലത്തല്ല ഇപ്പൊ ഞാൻ ജീവിക്കുന്നത്, മാറിയിട്ട്. ആനന്ദ് സാർ, നിങ്ങൾ പറയുന്നത് വ്യക്തമാകുന്നില്ല, കേൾക്കുന്നില്ല. ആനന്ദ് സാർ ക്ലിയർ അല്ലേ സർ? കേൾക്കുന്നില്ല, ആ. കേൾക്കുന്നില്ല. ഓക്കെ റേഞ്ച് കുറവ്. ഓക്കെ സർ, ഓക്കെ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടാവും സർ, സോറി. ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ല, പറഞ്ഞോളൂ. അതെ, നല്ലൊരു ക്ലാസ് ആയിരുന്നു മാഡത്തിന്റെ ഒക്കെ ബാച്ചിൽ നമുക്ക് നിൽക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. എന്തായാലും നമ്മളെ പിറകോട്ട് നയിക്കുന്നില്ല മാഡം. ഡെയിലി ക്ലാസ്സിൽ അല്ല ഗ്രൂപ്പിൽ വന്നിട്ട് നമുക്ക് വേണ്ടത് ചെയ്തിട്ടും അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടും നമ്മളെന്തായാലും പിന്നേക്ക് പോവാൻ അയക്കില്ല. നല്ലൊരു മാഡാണ്. മാഡത്തിന്റെ അനുഭവം വളരെ റിയൽ ആണ്. അങ്ങനത്തെ അനുഭവങ്ങളും നമുക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രപഞ്ചത്തിനും ദൈവത്തിനും നന്ദി അറിയിക്കുകയാണ്. ഷാഫി സാറിന്റെ അടുത്ത് വന്നു പെട്ടതും അതേപോലെ മാഡത്തിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റിയതും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ് പ്രകൃതിയോടും നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളോടും. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു എവറി വൺ ഫോർ ജോയിനിങ് സെഷൻ. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെഷൻ വൈകിട്ട് ആർക്കെങ്കിലും ചോദിച്ചോളൂ. ഈ എക്സാമിന് ഭയങ്കര ഫിയർ ആണ്. അതിന് നമ്മൾ EFT കൂടെ എന്താ ചെയ്യണ്ടേ? ഓക്കെ, ടീച്ചറാണ്, ടീച്ചർ തന്നെ പറഞ്ഞു കൊടുക്കുക. എക്സാമിന് നല്ല ഫിയർ ഉണ്ട്, EFT-യിലൂടെ എന്താ ചെയ്യുന്നത് ചോദിച്ചത്. ഒരു സ്റ്റുഡന്റ് ആണ് ചോദിക്കുന്നത്. ഈ പരീക്ഷയെ പേടിക്കുന്നത് എന്തോന്നുള്ള കാരണം എനിക്കറിയില്ല. പഠിക്കാത്തതുകൊണ്ടാണ് പേടി, എന്താന്നുള്ളത് എനിക്കറിയില്ല. അവിടെ ചെയ്യേണ്ടത് അതിന് ടാപ്പിംഗ് തന്നെയാണ്. ആ പേടി എടുത്തിട്ട് ടാപ്പ് ചെയ്യുക. അതാ ടാപ്പിംഗ് എങ്ങനെയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കോഴ്സിലേക്ക് വരണം. നമ്മളിപ്പോ അത് കോഴ്സിൽ അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് എന്തുകൊണ്ടാണ് ഈ പേടി വന്നത് എന്ന് അറിയാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങൾക്ക് കോഴിക്കോട് വെച്ചിട്ട് ഒരു 1 ഡേ ഹീലിംഗ് സെഷൻ ഉണ്ടായിരുന്നേ. ആ ഹീലിംഗ് സെഷനിൽ ഞാൻ എടുത്തിട്ടത് ഒരു പേടിയാണ്. കാരണം എനിക്ക് ഇപ്പോഴും ഉണ്ട് പേടി. എങ്ങനെ പേടി എന്ന് വെച്ചാല് ഉള്ളിൽ എന്തൊക്കെയോ ഒരു ഈ അസുഖം വരുന്നതിന്റെ പ്രധാന കാരണം പേടിയാണെന്ന് അതിന്റെ അടിവേര് ഞാൻ മാന്തി എടുത്തപ്പോ ഞാൻ അവിടുന്ന് ഒരു ദിവസം മുഴുവൻ ഇരുന്നിട്ടാണ് അത് ഹാജറ മാം അവസാനം പുറത്തേക്കൊണ്ടെടുത്ത് മാന്തിയിട്ട്. സാറ് മാന്തിയിട്ടൊന്നും അത് പോന്നില്ല. കാരണം അതിന്റെ അടിവേര് അടിയിൽ കെടുക്കുകയായിരുന്നു. ഇത്രയും അടിയിൽ പോയിരുന്നു. കാരണം ഒരു 8 വയസ്സ് കാലത്തുള്ള ഒരു വിഷയമായിരുന്നു. അപ്പൊ നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് ഒരുപാട് ചെറിയ നമ്മൾ ഇപ്പൊ നമുക്ക് തോന്നും അതൊരു ചെറിയ വിഷയമല്ലേ. ശരിയാണ്, ഒരു അടിയൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ വിഷയം തന്നെ. ഞാനൊക്കെ അപ്പൊ അതിലാണ് സങ്കടപ്പെടുന്നത് ഇതിനുള്ളത് കൊണ്ട്. കാരണം കുഞ്ഞു പ്രായത്തിൽ കുഞ്ഞു മക്കളെ അടിച്ചു എന്നുള്ള ഒരു ഭയങ്കര വിഷമം എന്റെ മനസ്സിലുണ്ട്. അത് ഞാൻ ദിവസവും ഞാൻ ഹീൽ ചെയ്ത് മാറ്റുകയാണ്. കാരണം ഓരോ കുട്ടിക്കും ഇത്ര കണ്ട് അത് വേദനിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എന്റെ അന്നത്തെ ഒരു ദോഷം കൊണ്ട് ഞാൻ ചെയ്തു പോയ തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് മകനക്ക് പേടി വരാനുള്ള കാരണത്തെ കണ്ടുപിടിക്കണമെങ്കിൽ ഇതുപോലെയുള്ള EFT-യിൽ വന്നാൽ മാത്രമാണ് അതിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആവുമ്പോൾ പരീക്ഷയെ പേടി മറികടക്കാൻ സാധിക്കും. ഒരു പേടിയും പേടിക്കേണ്ടതില്ല. കോഴ്സിൽ ചേരുക. കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഫീഡ്ബാക്ക് വെച്ചിട്ട് പണിയെടുത്താൽ ആ പേടി പമ്പ കടക്കും. അല്ലാതെ ഇപ്പൊ പേടിക്ക് ഞാൻ തെറാപ്പി പറഞ്ഞു തന്നതുകൊണ്ട് കാര്യമൊന്നും എനിക്ക് ഉണ്ടാവും തോന്നുന്നില്ല. ആ സ്പോട്ടിലേ സംഭവിക്കുള്ളൂ. സ്ഥായിയായിട്ട് ആ പേടി ശരീരത്തിൽ നിന്ന് എടുത്ത് മാറ്റണമെങ്കിൽ മോന് നിർബന്ധമായിട്ടും EFT കോഴ്സിൽ ചേർന്ന് ഞാൻ ഇതിന്റെ ഒരു റെക്കമെൻഡേഷൻ ആയിട്ടൊന്നും നിങ്ങൾ ആരും കാണേണ്ടതില്ല. എനിക്ക് ആരും ഒന്നും തന്നിട്ടൊന്നുമില്ല. ഞാൻ പറയുന്നത് ഞാൻ ഉള്ളിൽ തട്ടിയിട്ട് പറയാണ്. ഒരാൾക്കും പ്രയാസമില്ലാത്ത ഒരു ലോകം, എല്ലാവരും ഒരുപോലെ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കുന്ന ഒരു ലോകം EFT-യിലൂടെ നമ്മുടെ നാട്ടിൽ പരക്കട്ടെ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഞാൻ മോനോട് പറയുന്നത്. മോൻ ധൈര്യത്തിൽ കോഴ്സിൽ ചേരും. ഞാൻ എൻ്റെ മോള് കോഴ്സിൽ ചേരാൻ വേണ്ടിയിട്ട് ഞാൻ വിഷ്വൽ ചെയ്തുകൊണ്ടേ നടക്കും. കാരണം അത് നടത്തണം എന്നെങ്കിൽ അവരുടെ ഒരു വീട്ടിൽ ഒരാൾ ഈ EFT എടുത്തു കഴിഞ്ഞാൽ ആ കുടുംബം നന്നാവും. ആ ഒരു വ്യക്തി ഇടപെടുന്നിടം നന്നാകും.
എത്ര പേര് നന്നാവും ഒരാൾ എടുത്തു കഴിഞ്ഞാൽ. ഞാൻ ഇപ്പൊ എന്റെ വീട് ഇത്ര നന്നായി, എന്റെ സ്കൂൾ എന്ന് പറയുന്ന എത്രയും വലിയൊരു സമൂഹം നന്നായി. ആ സമൂഹം നടക്കുന്ന അങ്ങനെ ഇതിങ്ങനെ എന്തായിപ്പോ വൈബ്രേറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ചേർന്നിട്ട് കോഴ്സിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഡെവലപ്പ് അനുസരിച്ച് മോന്റെ പേടി മാറിക്കൊണ്ടിരിക്കും. അല്ലാതെ നമുക്ക് ഇതിനിപ്പോ എന്റെ സ്കൂളിൽ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടീനെ ഞാൻ പറഞ്ഞു EFT ചേർക്കാം, പക്ഷെ ആ കുട്ടീനെ ചേർക്കാവുന്ന പ്രായത്തിലല്ല, അപ്പൊ അത് ഇവർക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അവനക്ക് വേണ്ടത് ടൂൾസുകൾ ഞാൻ അവന് കൊടുത്തോണ്ടിരിക്കാം. ഇതൊരു 14 വയസ്സിന് മുകൾക്കുള്ള മക്കളാണെങ്കിൽ അവരൊരു ഫോണിന്റെ മുന്നിൽ ഇരുന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും. ഇവിടെ EFT സ്റ്റുഡൻസിന്റെ ബാച്ച് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലൂടെ കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റും, മൈൻഡ് സെറ്റ് ചെയ്ത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ള ഒരു കരുത്ത് മക്കളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. കാരണം ഇന്ന് മക്കൾക്ക് ഒരു കാര്യത്തിലും തീരുമാനം എടുക്കാനോ പോസിറ്റീവായിട്ട് ചിന്തിക്കാനോ കഴിയുന്നില്ല. പകരം അവരൊക്കെ ചിന്തിക്കുന്നത് നെഗറ്റീവ് തോട്ടും അതോടൊപ്പം മറ്റുള്ളവരെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ അത്തരത്തിലുള്ള ചിന്താഗതിയിലേക്കാണ് നമ്മുടെ പൊതുസമൂഹം വളർന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു കടിഞ്ഞാണിടാൻ അല്ലെങ്കിൽ അവരുടെ മൈൻഡിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നാം വളർത്തിയെടുക്കും. നമുക്കൊരു മക്കളായി കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, എന്റേത് ഏതായാലും കഴിഞ്ഞു, എന്റെ മക്കൾ നന്നാവട്ടെ എന്ന്, എന്റെ മക്കൾക്ക് കിട്ടട്ടെ. അപ്പൊ മക്കൾക്ക് ഇത് കിട്ടണമെങ്കിൽ ആരാണത്, സജീറെ, ജെയിംസ് സ്കൂളിലെ സുബൈദ മാമാണോ? അതെ, ഞാൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും മക്കൾക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകൾ കൊടുത്തുകൊണ്ട് വരും സമൂഹം നല്ല ഒരു സമൂഹമാക്കി നമുക്ക് വാർത്തെടുക്കാൻ EFTയിലൂടെ സാധിക്കട്ടെ. അതുകൊണ്ട് മകന് നിർബന്ധമായിട്ടും ഈ കോഴ്സിൽ ചേർന്നുകൊണ്ട് ഭയം എടുത്തു മാറ്റുക. ഫോളോ അപ്പ് ഉണ്ടാവും, ഉയർന്നു വരും. ഞാൻ എൻ്റെ മകനക്ക് അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവനിപ്പോ ACCA എക്സാം ആണ്. അവനക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയും, ഒരു പേടി വരുന്നുണ്ട്, കാരണം ലാസ്റ്റ് സ്റ്റേജിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു, ഒരു പേടിയും പേടിക്കേണ്ടതില്ല, ഞാൻ പറയുന്നതൊക്കെ ചെയ്യും, ഞാൻ പറയുന്ന മാതിരി നീ ഫോളോ ചെയ്യൂ, ഞാൻ എൻ്റെ കൂടെ ഉണ്ട്, നിന്റെ കൂടെ പഠിച്ചവനുണ്ട്, നീ മുന്നോട്ട് പോയിക്കോന്ന് പറയും. അപ്പൊ അത്തരത്തിൽ കിട്ടണമെങ്കിൽ ഒന്നിക്കൽ കുട്ടിയുടെ ഉമ്മക്ക് കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ മകനക്ക് കിട്ടണം. അതുകൊണ്ട് നിർബന്ധമായിട്ട് മോൻ ഇതിൽ ചേരുക. വിജയം സുനിശ്ചിതമാണ്, ഒരിക്കലും പുറകോട്ട് പോകില്ല. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് മാം ഫോർ ഷെയറിംഗ് ദ സ്റ്റോറീസ്. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. മുഹമ്മദ് പറഞ്ഞതുപോലെ തന്നെ പ്രാക്ടീസ് തുടരുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പെഷ്യലായി ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോൾ പറയുന്നത്, നോർമലി നമ്മളിതൊരു ക്ലാസ് അല്ല, പക്ഷെ ഇന്നത്തെ സെഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാമിന്റെ സെഷൻ കേട്ടപ്പോൾ വല്ലാത്തൊരു ക്ലാസ് കേട്ടതുപോലെയാണ്. ഒരുപാട് പേർക്ക് പ്രതീക്ഷ തിരിച്ചു കിട്ടി, ഒരുപാട് പേർക്ക് എക്സൈറ്റഡ് ആണ്, ഒരുപാട് സ്റ്റുഡന്റ് കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് തന്നെ മാം ഒരുപാട് ഇൻസ്പിറേഷൻ നൽകിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ സെഷനെ കുറിച്ച് നല്ല ഫീഡ്ബാക്ക് ആണ് വരുന്നത്. താങ്ക് യു സോ മച്ച് മാം ഫോർ കമ്മിങ് ഹിയർ ആൻഡ് ഷെയറിങ്. ഇനിയും വീണ്ടും വരണം, വീണ്ടും ഞങ്ങളെ ഇൻസ്പയർ ചെയ്യിപ്പിക്കണം, ഇനിയും കൂടുതൽ സ്റ്റോറീസ് ഞങ്ങളോട് ഷെയർ ചെയ്യണം. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ മെന്റർ ആരായിരുന്നു? ആയിഷ എടുത്തു പറയേണ്ട വ്യക്തിയാണ് കേട്ടോ. കാരണം ഞാന് ആയിഷ സാബിനോ സൗദിയിലല്ലേ, കാരണം എനിക്ക് അവരൊന്ന് കാണണമെന്നുണ്ട്, കാരണം ഒന്ന് വിഷ് ചെയ്യണമെന്നുണ്ട്. കാരണം എന്നെ മാറ്റിമറിച്ചത് ആ കൊച്ചുമോളാണ്. കാരണം എനിക്ക് ഒരു മകളായിട്ടാണ് ആ കുട്ടിയെ കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴും എന്റെ മനസ്സിൽ ഒരു സ്ഥാനം ആ കുട്ടിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എനിക്ക് എടുത്തു പറയേണ്ട മറ്റൊരു വ്യക്തിയാണ് ഹാജറ മാം. ഹാജറ മാമിനെ കുറിച്ച് എന്റെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇത്രയും ഒരു സൗമ്യമുള്ള ഒരു കുട്ടി. ഞാൻ ഒരുപാട് ആളുകളായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവരേറ്റ് ഇടപഴകിയ അത് മുതൽ ഇന്ന് വരെ ഞാൻ അവരുടെ മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുണ്ട് ഒരു സ്ഥാനം. അവരൊക്കെ കുട്ടികളാണ്, പക്ഷെ അവരുടെ ആ പെരുമാറ്റവും അവര് നമ്മളോട് എടുക്കുന്ന ഒരു അപ്രോച്ച്, സ്നേഹം, വാത്സല്യം, അതിന് എന്തൊക്കെ അപ്പുറത്തുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എന്തിനാണ് ഇവർ ഇന്ന് ഇത്രയധികം സ്നേഹിക്കുന്നത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊരിക്കലും അവരോടൊന്നും നമുക്ക് കടപ്പാട് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ ഓരോ ഘട്ടത്തിലും ഓരോ ചലനത്തിലും എന്ന് പറയാം എന്നെ പിന്തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. മാഷാ അല്ലാഹ്, അവർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്.
ഇനിയും അവരുടെ സേവനം എനിക്ക് കിട്ടും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അവർക്ക് ഒരുപാട് ക്ലയൻസുകളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നാലും അവർ നമ്മളിൽ നിന്ന് വിട്ടു മാറുന്നില്ല. നമ്മൾ പറയുന്ന കുറെ ആശയങ്ങൾ അവർ മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. നമ്മൾ കൊടുത്ത നിർദ്ദേശം അവർ അംഗീകരിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെയല്ല നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലാ കിട്ടുക? നമ്മള് ഒരു കോഴ്സിൽ കൊടുത്തു കഴിഞ്ഞ പൈസ കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞു? ആ കോഴ്സിന്റെ വാല്യൂ ഡേറ്റ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പക്ഷെ ഇത് ഇവിടെ തീരുന്നില്ല. ഇവര് നമ്മളെ പുറകിൽ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്, ഇവരുടെ മക്കളെ പോലെ ഈ പ്രായം ചെന്ന നമ്മളെയും കൊണ്ട്. അപ്പോ അവർക്ക് എന്താ, അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞില്ല. അവർക്ക് പുതിയ ക്ലയൻസ് വന്ന ആ ക്ലയൻസിന്റെ കാര്യം നോക്കിയാൽ പോരെ, അത് കഴിഞ്ഞാൽ അവർക്ക് അത് വിട്ടുവെച്ചൂടെ? ഇല്ല. അത് അവരെ പിന്തുടർന്ന് ഇനിയും ഉണ്ട്, ഇനിയും മാറ്റങ്ങളുണ്ട്, ഇനിയും ചെയ്യാനുണ്ട്, ചെയ്യണം ചെയ്യണം ചെയ്യണം. ഇത്ര റിസ്ക് എടുത്തിട്ടാണ് അവരൊക്കെ നമ്മളോട് നിർദ്ദേശം തരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഈ ഗ്രൂപ്പ്, അതായത് EFT ചെയ്തിട്ടും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവര് നമ്മളൊന്ന് ചിന്തിക്കുക. നമുക്കല്ല മാറേണ്ടത്, അല്ല അവർക്കാണോ? നമുക്കല്ല പ്രശ്നം, അവർക്കാണോ? ഇതൊന്ന് ചിന്തിക്കുക. ചിന്തിച്ചിട്ട് നമുക്ക് വേണ്ടി 1 hour, ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, 1 hour മാറ്റി വെക്കുക. എന്റെ ശബനമേമത്തിനോടും എന്റെ ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് പരിചയമുള്ള, ഞാൻ അന്ന് 2 പേരെയാണ്, ഫെബിന മാഡത്തിനാണ്, പിന്നെ 2 പേരെയാണ് നമ്മൾ അവിടുന്ന് പരിചയപ്പെട്ടത്, 3 പേര്. പിന്നെ നേരിട്ട് കണ്ടത് അവർ 3 പേരെയാണ്. സാറെയാണ് നേരിട്ട് കണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണാൻ പറ്റി എന്നുള്ളത്, കാരണം ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് പറഞ്ഞ പാട് തന്നെ ഞാൻ ആദ്യം തന്നെ സാറോട് പറഞ്ഞത്, സാറ് എനിക്ക് പോരാൻ പറ്റുമെന്നാണ്. കാരണം എനിക്ക് ഇവരെ കാണണം. ഞാൻ എന്റെ അന്നത്തെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചു. കാരണം നിങ്ങൾ പറഞ്ഞിരുന്ന വേറൊരു ഡേറ്റ് ആയിരുന്നു. അന്ന് ഞാനത് മാറ്റിവെച്ചു. പിന്നെ പെട്ടെന്നാണ് വേറൊരു ഡേറ്റിലേക്ക് വന്നത്. അന്നത്തെ പരിപാടിക്ക് ഞാൻ പോവാതെ ഞാൻ ഈ ഞായറാഴ്ച, അന്നത്തെ ഞായറാഴ്ച ആ പരിപാടിയിൽ പങ്കെടുക്കണം തീരുമാനിച്ചു. ആ ഹീലിംഗ് സെഷനിൽ പങ്കെടുത്തു. അത് ഒരു പൈസ ഒന്നും ഒരു പ്രയാസേ ഉണ്ടായിരുന്നില്ല. പൈസ എന്നാണ് പ്രയാസം നമുക്കില്ല, ഏതുള്ളൂ എനിക്ക് പൈസക്ക് പ്രയാസം ഉണ്ടാവും, അതില്ലാതിരിക്കുന്നില്ല. പക്ഷെ ആ പൈസ നമുക്ക് കൊടുത്തത് കൊണ്ട് ഒരു പ്രയാസം ഉണ്ടായില്ല എന്ന് ഞാൻ പറയുന്നത്. പങ്കെടുക്കാത്തവർക്ക് വലിയ നഷ്ടമായിരിക്കും. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സാർ കാണാൻ പറ്റി, ആതിറ മാമിനെ കാണാൻ പറ്റി, പിന്നെ സരസാറെ കണ്ടു, സെബിന മാമിനെ കണ്ടു. പിന്നെ ഒരാളെ പേര് ഞാൻ മറന്നതാണ്, സോറി, റിയലി സോറി, ഓർമ്മയിൽ വരുന്നില്ല. ഇങ്ങനെ 4 പേരെയാണ് നമ്മളുടെ മെന്റേഴ്സ് സാറെ കാണുന്നത്. അത്തരത്തിലുള്ള കോഴ്സുകൾ ഇനിയും ഉണ്ടാവണം എന്ന റിക്വസ്റ്റ് ഈ അവസരത്തിൽ ഞാൻ പറയാണ്. അതുകൊണ്ട് എനിക്ക് തന്നിട്ടുള്ള സേവനം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ഒരുപോലെയാണ് സേവനം കിട്ടുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നിടത്താണ് നമുക്ക് അതിന്റെ പ്രയോജനവും മൂല്യവും വർദ്ധിച്ചു വരുന്നത്. ഇനിയും ഈ ഷാഫി ഇൻസ്പയേഴ്സിന്റെ കൂട്ടായ്മയായ EFT വന്നു ചേരാൻ സാധിച്ചതിൽ സർവശക്തനെ സ്തുതിക്കുന്നതോടൊപ്പം കൊടാനക്കോടി അൽഹംദുലില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തന്ന ഈ അവസരത്തിന് എല്ലാവിധ നന്ദിയും കടപ്പാട് അറിയിച്ചുകൊണ്ട് ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ കഴിയട്ടെ. ഇതിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഊളിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ എടുത്തിട്ട് ചാടണേ, എന്നെങ്കിലും മീൻ പിടിക്കാൻ പറ്റുള്ളൂ. കുളത്തിലേക്ക് പെട്ടെന്ന് ചാടും, അപ്പൊ നമുക്ക് പെട്ടെന്ന് മീൻ കിട്ടും. നിങ്ങളിങ്ങനെ ചൂണ്ടട്ട് പോയി പിന്നെ ചൂണ്ടട്ട് കിട്ടുമ്പോ മീൻ ചെറുതായി പോവാനാണ് സാധ്യത. പെട്ടെന്ന് ചാടുക, പെട്ടെന്ന് പിടിക്കുക, എന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. എല്ലാവരും കോഴ്സിലേക്ക് വരിക. കോഴ്സിലൂടെ നമ്മുടെ ലൈഫിനെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ വീട് മൊത്തം, നമ്മുടെ കരിയർ, നമ്മുടെ ജോബ് എല്ലാം നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും. ബിസിനസ് ആവട്ടെ, ഏത് ജോലി ആവട്ടെ, അവിടെയൊക്കെ നമുക്ക് തിളങ്ങി, ഞാൻ അറിഞ്ഞ ഇതിലുണ്ട് ഒരു വിഷ്വൽ, നമ്മുടെ റബിന മാമ പറയുന്ന ഒരു ഇതിലുണ്ട്, മിറർ പ്രാക്ടീസിലുണ്ട്, പറയുന്നു, നല്ലൊരു വേർഡ് ഞാൻ ഓർത്ത് വെച്ചിരുന്നത് വരെ മറന്നുപോയത്. ഞാൻ എന്റെ മുഖം പ്രകാശിച്ചു തുടങ്ങും. അതുപോലെ തന്നെ എനിക്ക് സമൂഹത്തിൽ എനിക്കൊരു സ്ഥാനം കിട്ടും. അങ്ങനെയുള്ള ആളായി ഞാൻ മാറും. അതുപോലെ ഞാൻ ഈ സമൂഹത്തിൽ അടയാളപ്പെടുത്തും. അതൊക്കെ ഞാൻ നടത്തുന്നുണ്ടോന്ന് എനിക്കിങ്ങനെ തോന്നും, ആ വീടുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ. അത് സ്വാഭാവികമാണ്, നമുക്ക് കിട്ടും. നമ്മൾ അതിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. ഇതിലേക്ക് വീണ്ടും വീണ്ടും ഞാൻ വിളിക്കുകയാണ്, നമ്മളെല്ലാവരും നന്നായിട്ട് സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കട്ടെ. ഇതിന്റെ ബിസിനസ് മൈൻഡിലേക്കൊന്നും ആരും എടുക്കണ്ട കേട്ടോ. ആ ഭാഗത്തേക്കൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഒരു പണി എടുക്കുമ്പോൾ ഒരു കൂലി കൊടുക്കണ്ടേ, അതൊന്നും ചിന്തിക്കുന്നില്ല. അങ്ങനെയും ചിന്തിക്കതില്ല.
അതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. നമുക്ക് മാറ്റം, നമ്മളിൽ മാറ്റം. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു അത് നേടും, അത് ഇതിലൂടെ കിട്ടും. അതുകൊണ്ട് ഇതിൽ പ്രവർത്തിച്ച എൻ്റെ മെന്റേഴ്സിനോടും പ്രിയപ്പെട്ട എൻ്റെ ഷാബു സാറോടും ഹൃദയമായി നന്ദി കടപ്പാട് അറിയിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അസ്സലാമു അലൈക്കും. താങ്ക് യു മാം. ജസാക്കല്ലാഹ് ഖൈർ. സോ മച്ച് മാഷാ താങ്ക് അല്ലാ. താങ്ക് യു മാം. ഒരുപാട് പേർക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇഫ്റ്റിൽ വന്ന് ടീച്ചറിന് മാമിന്റെ വലുതാണ്. ഗ്രേറ്റ് മാം, താങ്ക് യു. അതേപോലെ തന്നെ നല്ലൊരു ക്ലാസ്. നല്ല ക്ലാസ്സാണ്. അടുത്ത ബാച്ച് നമുക്ക് 30 days EFT 12-ാം തീയതി ഐ മീൻ റംസാൻ മാസമാണ്. മാമിനെ ഞാൻ വിളിച്ചുട്ടോ മാം. മാമിനെ ഓ എനിക്കൊന്ന് വിളിക്കണം. മനസ്സാ നിങ്ങളെ ഓക്കെ കുറച്ചും കൂടി അറിവ് എനിക്ക് കിട്ടണം. ഞാൻ എനിക്ക് കിട്ടിയതൊക്കെ പറഞ്ഞു. ക്ലിയർ ആ, രീതിയിൽ സെഷൻ. താങ്ക് യു എവ്രിവൺ. പിന്നെ താങ്ക് യു വെരി മച്ച്. ഗുഡ് സെഷൻ. സ്പിരിച്വാലിറ്റിക്ക് വലിയ ഒരു പ്രാധാന്യമുള്ള മാസമല്ലേ? ആത്മീയതയ്ക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു മാസമാണ്. ആത്മീയതയ്ക്ക് നമ്മൾ ആദ്യം ശുദ്ധീകരിക്കേണ്ട നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്, അല്ലേ മാം? ശരിയല്ലേ? ശരിയാ. എല്ലാരും നനച്ചു കുളിക്കാൻ വീടൊന്നായിട്ട്, ഹൃദയത്തിലേക്ക് ആരും നോക്കണില്ല. ഹലോ, അതാണ് അസ്സലാമു ഗ്രാറ്റിറ്റ്യൂഡ്. അലൈക്കും. ഞാൻ വലൈക്കും ഒരുപാട് സലാം. നേരമായി സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, സംസാരിക്കാൻ ഇങ്ങനെ കാത്തിരിക്കായിരുന്നു. ഞാൻ സുവൈനാന്റെ ഉമ്മയാണ്. മനസ്സിലായി ആ സൗണ്ട് കേട്ടപ്പോ. ടീച്ചർക്ക് സുവൈന ഓർമ്മ എന്റെ മനസ്സിലേക്ക് ഉണ്ടാവും. കടന്നു വന്നു. സുവൈന എന്റെ ടീച്ചർ മനസ്സിലേക്ക് കടന്നു വന്നു. കുട്ടികളെ തല്ലിന്നുള്ളതിൽ വിഷമിക്കേ ചെയ്യണ്ട. ഇപ്പോഴല്ലേ ടീച്ചർമാരും മാഷുമാരും കുട്ടികളെ തല്ലണമൊക്കെ തെറ്റുള്ള കാലായി പോയത്. അന്ന് എന്റെ കുട്ടികളെ ബുഷൈനനെയും സുവൈനനെയും ഒക്കെ ടീച്ചർ തല്ലിയൊക്കെ വളർത്തിയതുകൊണ്ടാണ് ഇന്ന് അവര് നല്ല അച്ചടക്കം, വസ്ത്രധാരണത്തിലും സ്വഭാവത്തിലും ഒക്കെ അത്രയും ഡീസന്റായ കുട്ടികളായത്. അത് ടീച്ചറെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ബഹുമാനം, അന്നും ഇന്നും എന്നും. ടീച്ചർ അവിടെ ഹെഡ് ടീച്ചറായ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞ് വളരെ സന്തോഷിച്ചു. ടീച്ചർ ഹെഡ് ടീച്ചർ ആകുന്നതിന്റെ മുമ്പ് തന്നെ ഹെഡ് മാസ്റ്റർക്കാരുടെ സ്ഥാനം ടീച്ചർക്ക് ഉണ്ടായിരുന്നു. അത്തരം ആത്മാർത്ഥമായിട്ട് പെരുമാറുന്ന ഒരാളല്ലേ. പിന്നെ എന്തിനാണ് കുട്ടികളെ തല്ലിയിൽ വിഷമിക്കണേ? ഒരു വിഷമവും തോന്നണ്ട. ഞങ്ങള് അന്നുള്ള ഉമ്മമാർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ സുബൈദ ടീച്ചറായിരുന്നു. ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോഴേ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു, ഇത് സുബൈദ ടീച്ചറാണോ? കുറച്ചോനെ ഇതെന്താ എനിക്ക് തോന്നുകയാണ്, അങ്ങനെ തോന്നിയിരുന്നേ. പിന്നെ അടിയിൽ പേര് എഴുതിയപ്പോ പൂർണ്ണമായിട്ട് മനസ്സിലായി. ഞാൻ വിചാരിച്ചു ഹലോ. ഓക്കെ. അപ്പൊ ഞാൻ അവൾക്ക് വിളിച്ചു ചോദിക്കുക, ഈ കാണുന്നില്ലേടി ഈ സുബൈദ ടീച്ചറെ ഇതില് സംസാരിക്കണമെന്ന് വെച്ച് കാണുന്നില്ലേടി? അപ്പൊ അവള് ജലദോഷമായ കാരണം കേൾക്കാനിരുന്നിട്ടില്ല എന്നാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള പരിപാടിയാണ് ഞായറാഴ്ചക്കത്തെ പരിപാടി. ഞാനിതിൽ ചേർന്ന ആളാണ്. അതിന് ശേഷം ഞാൻ ഇത് വിട്ടിട്ടേ ഇല്ല. ടീച്ചർ പറഞ്ഞ പോലെ ഒരുപാട് ഇത് എനിക്ക് കിട്ടിയതാണ്. ഞാനിതിൽ മനസ്സിലാക്കി വന്നപ്പോഴാണ് എനിക്കിങ്ങനെ തോന്നുക, എന്നെല്ലാരും നമ്മുടെ പെരിയിൽ എല്ലാരും മാറിയിരിക്കണെന്ന്. പക്ഷെ ഞാനാണ് മാറിയിരിക്കണത്, പെരിയിൽ ആരും മാറിയിട്ടില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയത് അങ്ങനെയായിരുന്നു, പെരിയിൽ എല്ലാവരും മാറിയിരിക്കണല്ലോ എന്ന്. അത്രയും നല്ലൊരു കോഴ്സ് അന്ന് മുതൽ ഞാൻ കരുതാൻ തുടങ്ങിയ ഒരു കാര്യമാണ്. ഇതെന്ത് സ്കൂൾ ബേസിൽ കൊണ്ടുവന്നാല് നമ്മൾ ഒരുപാട് വായിച്ചൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഈ ഒരു EFT പറ്റി ഞാനും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞാനും ഒരുപാട് കാലം കഴിഞ്ഞ് ഇപ്പോഴാണല്ലോ ഇതറിഞ്ഞ് വളരെ ഇതായി, കുറെ മുമ്പ് അറിയാഞ്ഞത് എന്നുള്ള അഭിപ്രായത്തിന്റെ ആളാണ്. അതുകൊണ്ട് നമ്മളെ കുട്ടികള് ചെറുപ്പം മുതലേ അങ്ങനെ വരികയാണെങ്കിൽ എല്ലാവരും ഇനി ഇവിടുന്നുണ്ടോ തലമുറ തന്നെ ഫുള്ള് നന്നാവും. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? മാഷുമാർക്കും ടീച്ചർമാർക്കും ഒന്നും പറയാൻ പാടില്ല, തെറ്റ് കണ്ടാലൊന്നും ശിക്ഷിക്കാനോ പറയാനോ ഒന്നും ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു കാര്യമല്ല. അന്ന് അങ്ങനെ അല്ലായിരുന്നല്ലോ. ശരി, നല്ല സന്തോഷായി. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. വളരെയധികം സന്തോഷം. ഒരു പാരന്റിനെ കിട്ടിയല്ലോ. തീർച്ചയായിട്ടും ഒരു പാരന്റും ഉണ്ട്, അതേപോലെ സ്റ്റുഡന്റും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പലർക്കും അറിയാം. മാം, റംസാന്റെ സമയമാണ് അല്ലെ? അപ്പൊ റംസാൻ സമയത്ത് മാം ഒരു പോയിന്റാണ് ഭയങ്കരമായിട്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. അതായത് എല്ലാവരും വീടും ഇതൊക്കെ നനച്ച് കുളിച്ച് വൃത്തിയാക്കുകയാണ് അല്ലെ? അപ്പൊ പക്ഷെ മനസ്സാരും നന്നാക്കുന്നില്ല എന്ന് പറഞ്ഞ പോയിന്റ്, ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. കൂടുതൽ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. ഈ മാസത്തിൽ നടക്കാൻ പോകുന്ന ബാച്ച് ഉണ്ട്. തീർച്ചയായിട്ടും പലർക്കും അതൊരു ഇൻസ്പിറേഷൻ ആവും. എന്താ മാമിന് എന്താണ് അതിലുള്ള അഭിപ്രായം, എന്താണ് അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പറഞ്ഞു വന്നതായിരുന്നു, അതിനിടയിലാണ് ഇപ്പൊ അതായത് ഈ പ്രാക്ടീസിന്റെ കാര്യത്തിൽ എനിക്കൊരു ആശങ്ക ഉണ്ട്. ഈ സമയത്ത് എപ്പോഴാണ് എങ്ങനെയാന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഇല്ല. അത് എനിക്കൊരു പേടിയുണ്ട്. കാരണം നമ്മള് ടയേർഡായിരിക്കുന്ന ഒരു ബോഡിയാണ്.
ആ സമയത്ത് നോമ്പ് തുറന്നതിന്റെ ശേഷം അല്ലെങ്കിൽ നോമ്പിന്റെ നമ്മൾ അത്താഴത്തിന് ആ സമയത്താണ് ഞാൻ ചോദിച്ച സാറോടാണ് ചോദിക്കുകയാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ള ടൈം. നമ്മൾ ഇത് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് ഏർലി മോർണിംഗിലാണ് നമ്മുടെ സെഷൻ വരുന്നത് ഏർലി മോർണിംഗിൽ. അപ്പോൾ പ്രാക്ടീസ് സെഷൻ നമുക്കെന്ത് വെച്ചാൽ പഠിക്കാന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ഏർലി മോർണിംഗിൽ സമയത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. കൂടുതൽ പ്രാക്ടീസസ് ഉച്ചയ്ക്ക് ശേഷം ചെയ്യാണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈവനിങ്ങിൽ ഇവർക്ക് അത് ചില സമയത്തേ ഉള്ളൂ നമുക്ക് ഹൈഡ്രേറ്റ് ആയിട്ട് വരുന്നത്. എപ്പോഴും നമ്മൾ വെള്ളം മോന്തണില്ലല്ലോ. ഇല്ല, അതിന്റെ ആവശ്യമില്ല. പിന്നെ അല്ല, ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് എപ്പോഴൊന്നും വെള്ളത്തിന് ആവശ്യം വരുന്നില്ല. വളരെയധികം പ്രയാസമുള്ള സമയത്ത് മാത്രമേ വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്നുള്ളൂ. അതെ, ഡീപ്പായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ അതെ അതെ. അപ്പൊ അല്ലെ, അങ്ങനത്തെ ഇത് ഈ കോഴ്സിൽ എടുക്കുന്നത് നോമ്പിനാണെന്ന് വിചാരിച്ചിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല. കാരണം നമ്മളിപ്പോ നോമ്പ് നോറ്റ മാതിരിയാണ് ഈ ഇരുത്തിയിരിക്കുന്നത്. രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് വന്നിരുന്നതാണ്, സമയം 8:15. നമുക്ക് അങ്ങനത്തെ ഒരു വിശപ്പോ കാര്യങ്ങളൊന്നും നമ്മളിൽ വരുന്നില്ലല്ലോ. ഇതുപോലെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. പിന്നെ ഹീലിംഗ് സെഷൻ ഒക്കെ വരുന്നത് അതിനനുസരിച്ച് ഇപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതെ പിന്നെ തീർച്ചയായിട്ടും. ഇത് അതനുസരിച്ച് നോമ്പ് എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ നമ്മൾ സ്കൂളിൽ പോകുന്നില്ലേ, ഇത്രയും അതെ, വെയിൽ കൊണ്ടിട്ട് AC കാറിലൊന്നുമല്ലല്ലോ ഞാനൊന്ന് യാത്ര ചെയ്യുന്നത്, ബസ്സിനല്ലേ. അവിടുന്ന് 3 മണിക്കല്ലേ അവിടുന്ന് സ്കൂൾ വിടുന്നത്, തിരിച്ച് നട്ടുച്ച നേരത്തല്ലേ വീട്ടിലേക്ക് വരുന്നത്. വന്നിട്ട് ഇവിടെ വന്നവരാരെങ്കിലും നമുക്ക് തിന്നാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുമോ? നാം വന്ന് അടുക്കളയിൽ കയറണ്ടേ? അതൊക്കെ നമുക്കൊരു എനർജി പടച്ചോൻ തരും. നമ്മൾ ആ നോമ്പ് അയ്യോ വിശക്കുന്നു വായിക്കുന്നു എന്ന് വിചാരിച്ചാൽ പിന്നെ വിശപ്പും ദാഹേ വരുള്ളൂ. അതാണ് നോമ്പ്. അതിന്റെ സ്പിരിച്വാലിറ്റി നമ്മൾ എടുക്കണം. നോമ്പ് എന്തിനാണ്? അതായത് വ്യക്തിയും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. അവിടെ അവർ മാത്രമേ അത് അറിയുന്നുള്ളൂ, വേറെ ആരും അറിയുന്നില്ല. അതൊരു വിശ്വാസമാണ്. അതിലേക്ക് കളങ്കമായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് ഭയപ്പാടോടുകൂടി നമ്മൾ നോമ്പിനെ നോക്കി കാണുന്നു. അത് ആ സ്പിരിച്വൽ എടുത്തു കഴിഞ്ഞാൽ നോമ്പായിട്ട് കൊടുക്കും. അതുപോലെ തന്നെയാണ് EFT. എത്രത്തോളം EFT ആ ഒരു സ്പിരിച്വൽ ജേർണി ആ മാസത്തിൽ എടുക്കുന്നത് കൊണ്ട് എത്രത്തോളം ഉള്ളിലേക്ക് നല്ല ഗുണം കിട്ടും. ഞാൻ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചിലപ്പോ നോമ്പിന് കുറച്ച് ദിവസം ലീവ് എടുക്കാന്ന് വിചാരിക്കുന്നു. നല്ല സ്പിരിച്വാലിറ്റി കിട്ടുന്ന, നല്ല ദൈവഭക്തി കിട്ടുന്ന ഒരു സമയമാണല്ലോ നമുക്ക് നോമ്പ് എന്ന് പറയുന്നത്. നന്നായിട്ട് ഫീലിംഗ് നമുക്ക് വരും, നമ്മളെ മനസ്സിലേക്ക് സങ്കടങ്ങൾ. അപ്പൊ ആ മോർണിംഗിൽ അതിന്റെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പക്ക ഡീസെന്റ് ആയിട്ട് വരാത്തവർക്കൊക്കെ മാറി നന്നായി ഉറങ്ങാൻ ശ്രമിക്കരുത് നോമ്പിനാണ്. കാരണം നോമ്പെടുത്തിട്ട് ഉറങ്ങുന്നവർക്ക് ഇതൊന്നും നടക്കൂല കേട്ടോ. നോമ്പെടുത്തിട്ട് പ്രവർത്തിക്കണം. അത്യാവശ്യം കാര്യങ്ങളൊക്കെ പടച്ചവനിലേക്ക് ആരാണോ വിശ്വാസം, ഏത് വിശ്വാസമായാലും ദൈവമെല്ലാം ഒന്നാണ്. ആശയത്തിലെ വ്യത്യാസമുള്ളൂ. നമ്മൾ എടുക്കുന്ന ആശയത്തിലെ വ്യത്യാസം വരുന്നുള്ളൂ. എല്ലാവർക്കും ദൈവം ഒന്നാണ്. ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവനവന്റെ മതം എന്താണോ പറയുന്നത് അതിനടിസ്ഥാനമായിട്ട് പ്രവർത്തിച്ചാൽ ഒന്നും നടക്കാത്തതില്ല. നോമ്പിന് കൃത്യമായിട്ട് അതിന്റെ സ്പിരിച്വൽ ഓർത്തുകൊണ്ട്, അതിന്റെ ദൈവഭക്തി ഓർത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ഇത് ഇനിയും കൈയെത്താൻ ദൂരത്ത് നിൽക്കുന്നവർക്ക് പിടിക്കാൻ സാധിക്കും. ഇപ്പോഴും പലരും എന്നോട് പറയുന്നുണ്ട്, എന്റെ ഗ്രൂപ്പില് നമ്മൾ പുറകോട്ട് പോയി തോന്നുന്നു. എന്നെ വിളിച്ചിട്ടാണ് അവർ പറയുന്നത്, മാം ഒന്ന് ഞങ്ങളെ ലെവലാക്കി തരും. ഞാൻ പറയുന്നത് ചെയ്യാതെ പിന്നെ അവർ ലെവലാവൂലല്ലോ. സാറ് പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യാതിരുന്ന ഞങ്ങൾ ലെവലാവൂലല്ലോ. സാറ് പറയുന്നത് പോലെ കേട്ടതുകൊണ്ട് അത് കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ തന്നെയാണ്. സാറുണ്ട് പറയും, നിങ്ങൾ വലിയ ഡിഗ്രി ഉള്ളവരൊക്കെ ആയിരിക്കും, വലിയ വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ ആയിരിക്കും, എന്റെ മുന്നിൽ നിങ്ങൾ ആരും ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവരായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞപ്പോ അന്നേ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ശരിയാണ്, ഉണ്ടാതെ ഇങ്ങനെ കേൾക്കാം. കേട്ടിട്ട് പിന്നെ എനിക്ക് ഇതിന്റെ വ്യൂ കിട്ടിയത്, ഈ വീഡിയോ വീണ്ടും 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 ഞാൻ ഒരു തവണ നല്ലൊരു വീഡിയോ കേട്ടിട്ടുണ്ടാവുക. ഞാൻ ഈ വീഡിയോ എല്ലാം എടുത്ത് വേറൊരു കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയി സേവ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് തോന്നുമ്പോ എടുത്ത് സ്കൂളിനായാലും എവിടുന്നാലും എനിക്ക് കേൾക്കുക. ഈ വീഡിയോ വീണ്ടും 10 വീഡിയോ ഞാൻ വീണ്ടും വീണ്ടും കേൾക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നോമ്പൊന്നും നമുക്ക് എന്തല്ല ഇതിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. നമ്മൾ ആ മൈൻഡിലേക്ക് എടുക്കും, അതേ നടക്കും. നമ്മൾ മൈൻഡ് കൊണ്ടുവരും. അത് മാത്രമല്ല, നമ്മൾ ഈ ഫോർഗിവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ ആകുമ്പോൾ കൂടുതൽ
ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ എന്താ പറയുക ക്ലാരിറ്റിയും ആ കണക്ഷനും നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാതെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ട് നടന്നിട്ട് വെറുപ്പും വിദ്വേഷം വകയൊക്കെ കൊണ്ട് നടന്നിട്ട് നമ്മൾ നോമ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രാർത്ഥനകളൊക്കെ നമുക്ക് ശരിക്കും മാം തന്നെ പറഞ്ഞ പോലെ ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്ത അല്ലെങ്കിൽ എഫക്ട് കിട്ടാതെ പോകുന്ന അവസ്ഥ പലപ്പോഴും അതിനെ കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും കൂടി ഇത് തീർച്ചയായിട്ടും സഹായിക്കും. അത് തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ അനുഭവമാണ്. തീർച്ചയായിട്ടും മാമിന്റെ ഇപ്രാവശ്യത്തെ നോമ്പെന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഈ ഒരു ഹീലിംഗ് കഴിഞ്ഞ മൈൻഡിലേക്കാണ് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. അതെ അതെ. തീർച്ചയായിട്ടും വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം നൽകിയതിന് മാം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ ആൻഡ് ഷെയറിംഗ് യുവർ സ്റ്റോറീസ്. ഞാൻ എല്ലാവരോടും ഇന്നത്തെ സെഷനിൽ പങ്കെടുത്തുള്ള എല്ലാവരോടും എന്ത് ചെയ്യുക ഒരു നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് സെഷൻ. വീണ്ടും വരണം. തീർച്ചയായിട്ടും മാം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ലൊരു ദിവസം നൽകുന്നു. ഓക്കെ, അടിച്ചു പൊളിക്കുക. നല്ലൊരു ഞായർ. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് തിങ്. താങ്ക് യു. താങ്ക് യു സർ. സർ താങ്ക് യു. Thank you, ma'am. Thank you, sir. താങ്ക് യു സർ.